ഇന്ന് നമ്മൾ ഒരുമിച്ച് ഇത് ധ്യാനിക്കുമ്പോൾ ചില നേരങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ഈ സ്ക്രീനിലും ഉണ്ടെങ്കിൽ നല്ലതാണ്. ചില കാര്യങ്ങൾ ഒരുമിച്ച് കാണുന്നതിനും അറിയുന്നതിനും ഒക്കെ ഒരുപക്ഷെ അത് സഹായകരമായിരിക്കും. ഈ ക്ലാസ് ഇന്നത്തെ ഈ ഒരു മണിക്കൂർ സമയത്ത് നമ്മൾ ധ്യാനിക്കുന്നത് ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്നുള്ള കർത്താവിന്റെ പ്രാർത്ഥനയെ നമ്മളുടെ ആരോഗ്യകരമായ ക്രിസ്തീയ ജീവിതത്തിന് എങ്ങനെയുള്ള സന്ദേശമാണ് നൽകുന്നത് എന്ന് ധ്യാനിക്കുന്ന നേരമാണല്ലോ. ഈ ദിവസങ്ങളിലൊക്കെയും നമ്മൾ ആരോഗ്യകരമായ ഒരു ക്രൈസ്തവ ജീവിതം എങ്ങനെ നയിക്കണം, അല്ലെ എന്തൊക്കെ ഉണ്ടാകണം എന്നൊക്കെ നമ്മൾ വിവിധങ്ങളായ തലങ്ങളിൽ നിന്നുകൊണ്ട് ശ്രദ്ധിക്കുകയായിരുന്നു. ആദ്യത്തെ ദിവസം മുതൽ ഒരു ഒരു മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെ നമ്മളുടെ വിശ്വാസം രൂപീകരിക്കണം എന്ന് മുതൽ ഇന്നലെ മാനസിക ആരോഗ്യം എങ്ങനെയായിരിക്കണം ഒരു ക്രൈസ്തവന്റെ എന്നുള്ള വിശാലമായ തലത്തിലുള്ള ക്ലാസ് വരെ നമ്മൾ കേൾക്കുകയുണ്ടായി. ഇതൊക്കെ നമ്മളെ ധ്യാനിക്കാനിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ് എന്നുള്ളതാണല്ലോ ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ ധ്യാനിക്കുന്നത്. ഇതിന്റെ ആദ്യത്തെ ചില നേരങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്നത് വചനത്തില് ഈ ഒരു വേദഭാഗത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, വചനാടിസ്ഥാനമായി എങ്ങനെ മനസ്സിലാക്കാം എന്ന് ധ്യാനിക്കാൻ ഞാൻ ആദ്യം ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ കർത്താവിന്റെ പ്രാർത്ഥന പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല എന്ന് നമുക്ക് മനസ്സിലാവും. എന്റെ ശിഷ്യന്മാര് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, യോഹന്നാൻ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചതുപോലെ നീയും ഞങ്ങളെ പഠിപ്പിക്കണം. ഈ ഒരു വാക്ക് വളരെയേറെ ശ്രദ്ധേയമാണ്. ഇവരുടെ ചോദ്യം വളരെ ശ്രദ്ധേയമാണ്. ഇവർ ചോദിക്കുന്ന കാര്യം, കർത്താവെ നീ അപ്പം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എങ്ങനെയാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമെന്നോ, അല്ലെങ്കിൽ കർത്താവെ നീ ഇത്രയും വീഞ്ഞ് വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കണമെന്നൊന്നുമല്ല കർത്താവ് എന്നോട് ഇവർ ആവശ്യപ്പെടുന്നത്. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ ദൈവമേ നീ പഠിപ്പിക്കണമെന്നുള്ള ചോദ്യമായിരുന്നു ഇവർക്ക് കർത്താവിന്റെ മുമ്പാകെ ഉണ്ടായിരുന്നു. ഇതിനൊരു മറുപടിയായിരുന്നു ഒരു നല്ലൊരു പ്രാർത്ഥനയായിട്ട്, ഈ ഒരു കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയായിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത്. വചനത്തിലെ കർത്താവിന്റെ പ്രാർത്ഥനയുണ്ട്, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്, രണ്ടാണെന്ന് നമുക്കറിയാമല്ലോ. ഈ ഒരു പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നുള്ള ഒരു അടിസ്ഥാന ബോധത്തിൽ നിന്നാണ് ഈ ഓരോ ധ്യാനങ്ങളും നമുക്ക് എടുക്കേണ്ടത്. ഇതിന്റെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഈ വേദഭാഗത്തില് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു ക്രൈസ്തവ ജീവിതചര്യ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഈ ഒരു വേദഭാഗം നമ്മളെ സൂചിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ പരീക്ഷയിൽ കിടക്കാതെ വേണം ഞങ്ങളെ നീ കാക്കണം, ദുഷ്ടതയും ഞങ്ങളെ വിടുവിക്കണമേ എന്ന് ചോദിക്കുമ്പോഴാണ് ഇവിടെ ഒരു രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയും ജീവിതത്തിലുള്ള ഒരു അപകടത്തെ പറ്റിയുള്ള സൂചനയും, ഈ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ഈ വേദഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, ലീഡ് us not into temptation, ഞങ്ങളെ പരീക്ഷയിൽ ദൈവം നീ കടത്. മനുഷ്യ ജീവിതത്തിന് ഒരുപാട് ദുർബലതകളുണ്ട്. ഒരുപാട് ദുർബലതകൾ എന്ന് പറയുമ്പോൾ അതില് ചിലതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ കഴിയുന്നതാണ്, ചിലതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അത് വളരെ സബ്ജക്റ്റീവാണ്. പൊതുവേ നമുക്ക് പറയാൻ പറ്റും ചില കാര്യങ്ങളിൽ നമ്മൾ വൈകാരികമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ വിഷമമായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വസ്തു സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ നമ്മൾ അതിനോട് ആസക്തി ഉണ്ടാകും. അതൊക്കെ കോമൺ ആയിട്ട് പറയാം. പക്ഷെ എന്നിരുന്നാലും ഓരോരുത്തരുടെയും ബലഹീനത വ്യക്തിപരമാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ആണെന്ന് പറയാം. കാരണം എന്റെ ദുർബലത ആയിരിക്കണമെന്നില്ല എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ആരുടെ. അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയിൽ അകപ്പെടാതെ എന്നെ കാക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിത അനുഭവങ്ങളെ അടിസ്ഥാനത്തിലുള്ള ഒരു അനുഭവത്തെയാണ് കർത്താവ് ഇവിടെ നമ്മളെ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ പ്രാർത്ഥന ദുർബലതയെ പറ്റി കർത്താവ് ഓർപ്പിക്കുമ്പോൾ അത് ദുർബലതയെ കിടക്കാനല്ല, അതിൽ നിന്ന് എന്നെ കാക്കണമേ, ഡെലിവർ us ഫ്രം ഈവിൾ എന്ന് പറയുമ്പോൾ, എന്നെ രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മാറ്റമുണ്ട്, എനിക്ക് ഒരു നിത്യമായ ദോഷം എനിക്ക് ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിപ്പാനാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതിനെ നോക്കുകയാണെങ്കിൽ ഇയ്യോബിന്റെ ജീവിതത്തിൽ കോട്ട കെട്ടിക്കാക്കുന്ന ഒരു ദൈവത്തെ നമുക്ക്, ജോസഫിന്റെ ജീവിതത്തില് പ്രലോഭനത്തിന്റെ മധ്യേ നിൽപ്പാൻ ബലം തരുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാം. യേശു വചനത്തിലൂടെ പ്രലോഭനത്തെ നേരിട്ട ഒരു കർത്താവായിട്ട് നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതേ ആത്മീയ കോളത്തെ ജീവിക്കുന്നവരാ നമ്മളും, ഇതേ ആത്മീയ അനുഭവത്തിൽ നിൽക്കുന്നവരാ നമ്മളും.
നമുക്കും നമ്മുടെ ജീവിതത്തിലെ പ്രലോഭനങ്ങളുടെ മധ്യേ അതിനെ നേരിടുവാൻ ബലം തരുന്ന ഒരു കർത്താവുണ്ടെന്നും നമുക്ക് ജീവിതത്തിൽ ഉള്ള പ്രലോഭനങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണമെന്നും ഒക്കെ ഇന്നത്തെ ധ്യാനത്തിന്റെ ഭാഗമായിട്ട് വചനാടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ രണ്ട് വാക്കുകൾ ഇവിടെ ശ്രദ്ധേയമാണ്. ഒന്ന്, നമുക്ക് മുമ്പിലുള്ള പരീക്ഷ. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ടീച്ചർമാരുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ക്ലാസ്സിൽ പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനോ അല്ലെങ്കിൽ നമ്മുടെ തിരുമേനി കൊച്ചുമയോ കയറി വന്ന് പറയാണ്, അയ്യോ ഞങ്ങളെ അറിയാമല്ലോ, ഓർക്കുന്നില്ലേ, ഞങ്ങളോട് ഈ പരീക്ഷ എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ടീച്ചറെ, നിങ്ങൾ ഏതെങ്കിലും ടീച്ചർമാര് എന്നെ പരീക്ഷ എഴുതിപ്പിക്കും? ഒരിക്കലും ഇല്ല. കാരണം എന്താണ്? നമ്മൾ തമ്മിലുള്ള ഒരു വിഷയമില്ല, നമ്മൾ തമ്മിൽ ഇന്നേ വരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയവരല്ല. എങ്കിൽ പോലും ആ പരീക്ഷ എഴുതാൻ ഞാൻ വിളിക്കപ്പെട്ടിട്ടില്ല. എന്നാല് ആ പരീക്ഷ ഹാളിൽ ഇരിക്കുന്നവരാരൊക്കെയാണോ അവരൊക്കെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണെന്നുള്ളതാണ്. മനുഷ്യ ജീവിതത്തിൽ ജനിച്ച എല്ലാവർക്കും പലതരത്തിലുള്ള പരീക്ഷകളിൽ അവരൊക്കെയും വീണു പോകുന്നതിന് സാധ്യതയുള്ളവരും പലതരത്തിലുള്ള ദുർബലതകൾ ഉള്ളവരുമാണെന്ന് വചനം നമ്മളെ കാണിച്ചു തരുന്നു. എന്നാൽ ഈ ഒരു പരീക്ഷകള് നമുക്ക് പല രീതിയിലാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഇത് ഉടയവൻ അറിയാവുന്ന കാര്യങ്ങളാണ്. എൻ്റെ എല്ലാ പരിമിതിയും അറിയാവുന്ന ദൈവത്തിന് നമ്മുടെ എല്ലാ പരിമിതിയും അറിയാവുന്നത് പോലെ നമ്മുടെ ടെംപ്ടേഷനെയും നമ്മുടെ ദുർബലതയും ഒരുപോലെ അറിയാവുന്ന ഒരു ദൈവമാണ്. ഈ ഒരു ദൈവത്തിന് മുൻപാകെ നമ്മൾ നിൽക്കുമ്പോൾ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്ന വചനാടിസ്ഥാനത്തിലുള്ള ഒന്നാമത്തെ ആലോചന, നമ്മൾ ഈ ടെംപ്ടേഷനെ വീഴുന്നെന്നുള്ളതല്ല, അതിന്റെ നിത്യമായ നാശത്തിൽ ഒരിക്കലും ഞാനോ നിങ്ങളോ വീണു പോകാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു വേദഭാഗത്തിന്റെ ധ്യാനത്തിൽ ആദ്യം ഓർപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പരീക്ഷകളുണ്ട്. അതിനെ നേരിടാൻ ദൈവം നമ്മളെ ബലത്തോടെ നിൽപ്പാൻ ദൈവം നമ്മളെ പറ്റിയൊക്കെ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഒരു ധ്യാനത്തിലെ ഭാഗമായിട്ട് നിങ്ങളോട് പറയുന്നതും 4 കാര്യങ്ങൾ ഓർപ്പിക്കാണ്. ആദ്യം തന്നെ അതിന്റെ ഒരു കാരണം കൂടെ വചനാടിസ്ഥാനത്തിൽ കേൾക്കുന്നത് നല്ലത് എന്ന് എനിക്ക് തോന്നുകയാണ്. എന്തായിരിക്കും എന്തായിരിക്കും ഈ ഒരു വലിയ നിത്യജീവിതം ആഗ്രഹിക്കുന്ന ദൈവം നമുക്കിങ്ങനെ ദുർബലതയുള്ള ഒരു ജീവിതം തന്നെന്ന് ഒരു പക്ഷെ നമുക്ക് ചോദിക്കാം. അതിന് ഒരു പ്രധാനമായ കാരണം നമുക്ക് 2 കൊരിന്ത്യർ 4:7 അപ്പോസ്തലൻ നമ്മളോട് പറയുന്നുണ്ട്. എങ്കിലും ഈ ആത്യന്തികമായ ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനം അത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണ്. ദൈവത്തിന്റെ വലിയ കൃപയുള്ള നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അതുകൊണ്ട് ഈ ദുർബലമാണെന്നും ഒരുപാട് പ്രകോപനങ്ങൾ വീഴുന്നതിന് കാരണമാക്കുന്ന രീതിയിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാല്, ഈ ഓരോ നന്മയുടെ നേരത്ത് ദൈവത്തിന്റെ ദാനത്തിലാണ് ഞാൻ നിൽക്കുന്നെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ് അപ്പോസ്തലൻ ഓർപ്പിക്കുക. ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുകയാണെന്നുള്ള ബോധ്യത്തിൽ നിൽപ്പാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കുക. രണ്ടാമത് ഇന്ന് നമ്മൾ വചനാടിസ്ഥാനത്തിൽ ഈ വേദഭാഗത്തിൽ കിട്ടുന്ന ഒരു ആലോചന എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ജീവിതത്തില് തീരുമാനമെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് തമ്പുരാൻ തന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രലോഭനങ്ങളുടെ ഇടയിൽ പ്രലോഭനത്തിനോടൊപ്പം ജീവിക്കുന്ന ഒരു അനുഭവമാകാനല്ല, മറിച്ച് അവയെ യഥാർത്ഥമായ തീരുമാനമെടുത്ത് ജീവിപ്പാനുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട്. മൂന്നാമത്, നമുക്ക് എല്ലാവർക്കും നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉള്ള പ്രലോഭനത്തെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷകൾ എന്തൊക്കെയാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. ഏതൊരുവനാണോ അവന്റെ ദുർബലത അറിയാത്തത്, അവന്റെ അപകടം സുനിശ്ചിതമാണ്, അവരുടെ വീഴ്ച വലുതായിട്ട് മാറും. അതുകൊണ്ട് കർത്താവ് ഈ ഒരു പ്രാർത്ഥന നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് കൊണ്ടാണ്, കർത്താവെ പരീക്ഷയിൽ കടത്താതോണം ദുഷ്ടതയെങ്കിലും രക്ഷിക്കണമേ. കാരണം നമുക്കൊക്കെ അറിഞ്ഞിരിക്കണം നമ്മുടെ ബലഹീനത എവിടെയാണ്. നാലാമത് ഈ ഒരു വേദഭാഗം നമുക്കിരുന്ന ആലോചന ഒന്നുകൂടെ പറയട്ടെ, നീ ഒരു ദുർബലതയുടെ നടുവിൽ രക്ഷയ്ക്കായിട്ട് ധ്യാനിക്കാനുള്ള ഒരു വിനയം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ദുർബല കർത്താവെ എന്നെ അതിൽ നിന്ന് രക്ഷിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന ഒരിക്കലും നമ്മൾ മറന്നു പോകാൻ ഇടയാകരുതെന്ന് ദൈവം നമ്മളാണ്. അഞ്ചാമതായിട്ടും അവസാനമായിട്ടും ഈ വേദഭാഗത്തിന്റെ ധ്യാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ഈ പരീക്ഷകളുടെ ഒടുക്കം നമ്മൾ ആരും നിത്യനാശത്തിൽ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ നമ്മുടെ പ്രാർത്ഥനയോട് ചേർത്ത് പറയുന്നു, ഡെലിവർ us ഫ്രം ഈവിൾ. കർത്താവെ നിത്യനാശത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമെന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ധ്യാനത്തിന്റെ ആദ്യത്തെ ഭാഗം അവസാനിക്കുകയാണ്. അപ്പോൾ
നമ്മൾക്ക് കേൾക്കാൻ സാധിച്ച ഒരു ആലോചന എന്ന് പറയുന്നത്, ദൈവത്തിന്റെ കൃപയിൽ ബലത്തോടുകൂടി നടപ്പാൻ ദൈവം നമ്മളെയൊക്കെ വിളിച്ചിരിക്കുകയാണ്. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ പരിമിതികളും, ഈ പരിമിതികൾ പലരെങ്കിലും അറിയാത്തവരാകാം, ചിലരെങ്കിലും അതിൽ അത് ഒരു കുറവാന്ന് തിരിച്ചറിയാത്തവരാകാം. എന്നാൽ ഇന്ന് വചനം നമ്മൾ പറയുന്നത്, ഈ പരീക്ഷകളെ പറ്റി നമുക്ക് ബോധമുണ്ടാകണം. എന്റെ പരിമിതി എന്താണ്, എന്റെ കുറവ് എന്താണ്, എന്റെ ദുർബലത എന്താണ്? പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമാണോ എന്റെ ദുർബലത? എനിക്ക് ഒരുപാട് ഒരുപാട് ആൾക്കാരോട് സഹരിച്ചു പോകാൻ കഴിയാത്തതാണോ എന്റെ ദുർബലത? ഇത് നമ്മൾ മനസ്സിലാക്കുന്നതിനും ഇവിടെ ഒരു രക്ഷയുടെ അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടി ഒരുക്കം ഉണ്ടാകാനും സാധ്യമാകണമെന്ന് വചനം ഈ പ്രാർത്ഥനയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി നമ്മൾ ഈ ധ്യാനത്തിലേക്ക് കടക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മുടെ പ്രലോഭനങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ദുർബലതകൾ? നമ്മുടെ ജീവിതത്തിന്റെ നാശമാകുന്ന ദുർബലത എന്തൊക്കെയാണ്? ഇത് ഒന്നാം ഭാഗം അവസാനിക്കുമ്പോൾ ഞാനൊരു ചെറിയ വീഡിയോ ഇനി നിങ്ങളെ കാണിക്കുകയാണ്. ഒരുപക്ഷെ ചപ്പാത്തി ഇട്ടുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഈ ധ്യാനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് നമ്മൾ കുറച്ചു നേരത്തേക്ക് ഈ വീഡിയോയിലൂടെ നോക്കുവാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായിരുന്നോ? മനസ്സിലായിച്ച കാരണം ഒരു 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 തോടിന്റെ പക്കത്ത് കിടക്കുന്ന ഒരു മുതല. ഈ മുതല കിടക്കുന്ന കണ്ടിട്ട് ഒരു പശു പറയുന്നു ഇതൊരു മുതലയാണ്, ഇയാൾ പറയുന്നു ഇതൊരു തടിക്കഷ്ണമാണ്. അല്ല, ഇത് മുതലയാണ്, തടിക്കഷ്ണമാണ്. ചർച്ചയുടെ ഒടുക്കം ഒരാള് ചാടി കയറി തടിയാണെന്ന് ഓഫീസിൽ കയറി നിൽക്കുകയാണ്. കയറി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ മുതല ഇവരെ വിഴുങ്ങും. വിഴുങ്ങിയ ശേഷം ചർച്ച വീണ്ടും അടുത്ത മുതലയും അടുത്ത പശുവായിട്ട് നടക്കുകയാണ്. ഈ വിഴുങ്ങപ്പെട്ട് കണ്ട പശു പറയാണ്, കണ്ടോ ഈ കിടക്കുന്ന മുതലയാണ്. അപ്പോഴും അടുത്തിരിക്കുന്ന ആള് പറയുന്നു അല്ല, ഇത് തടികഷ്ണമാണ്. ഈ ചർച്ച എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കും. ചിലരുടെ വീഴ്ച കണ്ടാൽ പോലും ചിലർ പഠിക്കണമെന്നില്ല. ചിലരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് പോലും പഠിക്കാൻ കഴിയാത്ത വിധം ദുർബലതയുള്ള മനുഷ്യന്മാരാണ്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ദുർബലതകളെ പറ്റി നമ്മൾ കേൾക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ പരിമിതിയുണ്ട്. അവരവരുടേതായ പരിമിതി അവരുടെ സ്വഭാവത്തിലാകാം, അവരുടെ ചിന്താഗതിയിലാകാം, ചിലപ്പോൾ നമ്മുടെ ശീലങ്ങളിലാകാം. ഇത് ചിലപ്പോൾ നമുക്ക് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ അറിയാവുന്ന നമ്മുടെ പങ്കാളികളായിരിക്കും അല്ലേ. പണ്ടൊരാൾ ചോദിച്ച പോലെ നിങ്ങളുടെ എന്തെങ്കിലും കുറവ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു, പറഞ്ഞു നീ നേരെ ചെന്നിട്ട് നിന്റെ പങ്കാളിയോട് അയാളുടെ 2 കുഴപ്പം അല്ലെ അയാളുടെ വീട്ടുകാരുടെ 2 കുഴപ്പം പറഞ്ഞാൽ മതി, നിന്റെ മാത്രമല്ല നിന്റെ എല്ലാവരുടെയും കുഴപ്പങ്ങൾ പുള്ളിക്കാരൻ പറഞ്ഞു തരും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കുഴപ്പങ്ങൾ പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ കൂടുതൽ. ഈ നമ്മുടെ പരിമിതികൾ പലപ്പോഴും നമ്മുടെ വീഴ്ചകൾക്ക് കാരണമാകുന്നു ഈ സമയത്ത് ഞാൻ ചേർന്ന് പറയാം. നമ്മൾ ഓരോ മൃഗങ്ങളെ നോക്കുകയാണെങ്കിൽ അവര് വീണു പോകുന്നത് അവരുടെ ദുർബലതകൾ കാരണം. ഈ മീനെ പിടിക്കുന്നത് ശ്രദ്ധിച്ചു കാണത്തില്ലേ? മീൻ എന്ന് പറഞ്ഞ ജീവിക്ക് പലപ്പോഴും അതിനെ ചൂണ്ടയിട്ട് പിടിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ വരുന്ന ഇര അല്ലെങ്കിൽ ആ ഒരു 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 വസ്തു അതിനറിയാം ചിലപ്പോ എനിക്ക് അപകടം ഉണ്ടാക്കുന്ന പിടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുള്ളതാണ്. എങ്കിലും അതിന്റെ ആ ഒരു കൊതി കാരണം ചിലപ്പം ആ ഒരു മാറുന്നു. ഈ എലിപ്പെട്ടിയുടെ മുമ്പിൽ ഒരു കപ്പ കഷ്ണം വെച്ച് എലിയെ പിടിക്കുമ്പോഴും എലിക്ക് ചിലപ്പോഴൊക്കെ അറിയാം ഇതൊരു കൂടാണ്, ഞാൻ പെട്ടുവാൻ സാധ്യതയുണ്ട്. പക്ഷെ എങ്കിലും ആ മണം സഹിക്കാൻ പറ്റാതെ പിടിവിട്ട് അല്ലെ, അതിന്റെ ആ മണത്തോടുള്ള ആ ഒരു കപ്പയോടുള്ള ഒരു കൊതി അല്ലെങ്കിൽ ആ ഒരു ഉണക്കമീനോടുള്ള കൊതി കാരണം ചിലപ്പോൾ അതിലേക്ക് വന്ന് ചാടി വീഴുകയും ചെയ്യും. ഈ കാട്ടിലെ മാനെ പിടിക്കുന്നതിനെ പറ്റി കഥ കേട്ടിട്ടുണ്ട്. എന്ത് ചെയ്യുന്ന വെച്ചാല്
ഈ വല വിരിച്ചിട്ട് ചെണ്ട കൊട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഈ കേൾവിയുടെ കാരണം ഈ മാൻ ഒരുപാട് ഓടുമ്പോൾ പലപ്പോഴും കുരുക്കിലായി പോകും. ഓരോ ജീവിയും വീണു പോകുന്നത് അതിന്റെ ദുർബലത പോലെ തന്നെ മനുഷ്യനും വീണു പോകുന്നത് അതിൻ്റെതായ ദുർബലതയാണ്. നമുക്ക് എല്ലാവർക്കും അവരവരുടേതായ ദുർബലതകളുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചിലതൊക്കെ നമ്മുടെ പങ്കാളികൾക്കായിരിക്കും അറിയാവുന്നത്, നമ്മുടെ കൂടെ ഉള്ളവർക്കായിരിക്കും അറിയാവുന്നത്, ചിലത് നമുക്ക് തന്നെ അറിയാം. ചിലപ്പോൾ നമ്മുടെ ദുർബലതകൾ എന്തായിരിക്കും? ചിലത് നമ്മുടെ ഭക്ഷണത്തോടുള്ള മേഖലയിലുള്ള ദുർബലതയാണ്. ഒരു നല്ല സന്തുലിതമായ ഒരു സുജീവിതം നയിപ്പാന് നമ്മളെ തടസ്സപ്പെടുന്നത് ചിലപ്പോൾ നമുക്ക് ഭക്ഷണത്തോടുള്ള ഒരു ഇതാകാം, ചിലപ്പോൾ നമ്മുടെ വസ്ത്രത്തോടുള്ള ആഭിമുഖ്യമാകാം, ചിലപ്പോൾ നമ്മുടെ ഇടപെടലുള്ള പ്രശ്നമാകാം. അപ്പൊ ഞാന് ഒരു മനുഷ്യന്റെ ചില മേഖലകൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാം. എന്നിട്ട് നിങ്ങൾ പറയണം ഇത് അമിതമായാൽ നിങ്ങൾ അദ്ദേഹത്തെ എന്ത് വിളിക്കുകയാണ്. ഒന്ന്, ജോലി മനുഷ്യന് നിർബന്ധമായ ഒരു മേഖലയാണ്, പണം നിർബന്ധമായ മേഖലയാണ്, കുടുംബം, ആരോഗ്യം, സന്തോഷം, കൂട്ടുകാര്, വ്യക്തിത്വം, ആത്മീയത. അപ്പൊ ഇതിലേതെങ്കിലും ഒന്ന് കൂടുതലായാൽ എന്ത് സംഭവിക്കുന്നു നിങ്ങൾ പറയണം. ജോലി അത് കൂടുതലാണെങ്കിൽ ഒരാളെ നമ്മൾ എന്ത് വിളിക്കും? അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കും. എപ്പോഴും ജോലിയെ പറ്റി ചിന്തയാണ്. രാവിലെ വന്ന് വീട്ടിൽ വന്നാലും ജോലിയെ പറ്റി ചിന്തിക്കുന്നു, എപ്പോഴും ജോലി സ്ഥലത്ത് പോയാലും അമിതമായി വർക്ക് ചെയ്യുന്നു. എന്ത് വിളിക്കാം നമുക്ക് അവരെ? മനഃശാസ്ത്രപരമായിട്ട് അവരെ വിളിക്കാം വർക്കഹോളിക്. ജോലി ചെയ്യുന്നത് അടിമ പോലെ ജോലി ചെയ്യുന്നിട്ടും എത്ര കഷ്ടപ്പെടാനും എത്ര അധ്വാനിക്കാനും ഉള്ള ഭയങ്കരമായ വ്യഗ്രതയാണ്. എന്നാൽ ഇതിലൊന്നും ആസ്വദിക്കാനും കഴിയാത്ത വിധമുള്ള ഒരു ദുർബലതയാണ്. കാരണം ഇതൊന്നും വിട്ട് കളയാനും പറ്റുന്നില്ല, എന്നാൽ കിടന്ന പണിയാണ്, പണിയോട് പണിയാണ്. നമുക്കിടയിൽ ഇങ്ങനെ ദുർബലതയുള്ളവരുണ്ട്. അവരങ്ങ് പഴിക്കുകയാണ്, എന്റെ കൂടെ ഉള്ളവർ എന്നെ സഹായിക്കുന്നില്ല, എന്റെ വീട്ടുകാരെന്നെ സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ഇവിടെയാണ് മനസ്സിലാക്കുന്നത് അവര് വീണു പോയിരിക്കുന്ന അവരുടെ ടെംപ്ടേഷൻ, അവരുടെ കുഴപ്പമെന്ന് പറഞ്ഞ് കിടക്കുന്ന അവരുടെ ഈ ജോലിയോടുള്ള ആഭിമുഖ്യത്തില്ല. ഇനി പണം കൂടുതലായാൽ നിങ്ങൾ അവരെ എന്ത് വിളിക്കും? പണത്തോടാണ് മുഴുവൻ കണക്ക് നോക്കുന്നത്, പണത്തിന്റെ അടിസ്ഥാനത്തിൽ. ഒരു കാര്യം ചെയ്യണമെങ്കിൽ പണം എത്ര എനിക്ക് കിട്ടും, എത്ര ഞാൻ കൊടുക്കണം, അതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം, ഇങ്ങനെ നോക്കുന്ന ഒരാളെ നമ്മൾ എന്ത് വിളിക്കും? ചുമ്മാ പറ. അത്യാഗ്രഹി. നമുക്ക് ഫിസിക്കൽ എന്ന് വിളിക്കാം. എന്തോ ജിസ്വാൻഡി എന്തോ പറഞ്ഞു? ദ്രവ്യാഗ്രഹി. ദ്രവ്യാഗ്രഹി അല്ലെ? അപ്പൊ നമുക്കത് വേറൊരാളുടെ പേരിനോട് ചേർത്ത് പറയാൻ നമുക്ക് എളുപ്പമാണ്. നമുക്ക് എന്തിനേയും പണത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം, എന്റെ ദുർബലതകളിൽ ഒന്നാണ് എന്റെ ഈ ദ്രവ്യാഗ്രഹം. പണത്തോട് പണത്തെ പറ്റി കിട്ടുമെന്ന് കേട്ടാൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്ന, പണം നഷ്ടപ്പെട്ടു എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് വേദനിക്കുന്ന, എന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമായിട്ട് പണമായി മാറുന്നുണ്ടെങ്കിൽ എന്റെ ഒരു ബലഹീനതയാണ് ഈ പണത്തോടുള്ള ആഭിമുഖ്യം. പണം നമുക്ക് വിനിയോഗിക്കാനുള്ളതാ, എല്ലാവർക്കും വേണം. പക്ഷെ അതൊരിക്കലും നമ്മുടെ ദൈവമാകരുത്. അതിനുവേണ്ടി ആകരുത് നമ്മൾ അധ്വാനിക്കുന്നത്. ചിലരെങ്കിലും പ്രാർത്ഥിക്കുന്ന, കർത്താവേ എന്റെ മക്കളെ അവിടെ വിടണേ ഇവിടെ വിടണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നതിന്റെ അടിസ്ഥാനം വേറെ ഒന്നുമില്ല, കുറെ പണം കിട്ടണം, അത്രേ ഉള്ളൂ. അവരറിയുന്നില്ലാത്തൊരു കാര്യം, ഈ കുഞ്ഞുങ്ങളെയൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്, അവരുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോവുകയാണ്. കാരണം പണത്തോടുള്ള സ്നേഹം കാരണം നമ്മൾ ഈ പോകുന്ന ഈ ദുഷ്ടതയിലേക്ക് വീണു പോവുക എന്നൊക്കെ പറയുന്ന, കർത്താവ് വീണാതിരിക്കാൻ പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന അവസ്ഥ ഈ ഒരു ടെംപ്ടേഷൻ കൊണ്ടുണ്ടായതാ. കുടുംബം, നമുക്ക് എല്ലാം വേണം. ചിലര് കുടുംബത്തിന് വേണ്ടി അങ്ങ് ജീവിക്കുകയാണ്, എല്ലാ ജീവിതം കുടുംബത്തിന് വേണ്ടി, അവരുടെ ഒരു കാര്യവും നോക്കുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? നിങ്ങളൊന്നും വിളിക്കണ്ട. കുറച്ചു കാലം കഴിയുമ്പോൾ അവർക്ക് തന്നെ തോന്നും ഒരു മണ്ടനായി പോയെന്ന്. കാരണം നമുക്ക് ഇപ്പോഴും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ചിലരെങ്കിലും കുഞ്ഞുങ്ങളെ വളർത്തുന്നതിലാകട്ടെ, അല്ലെങ്കിൽ അവരുടെ വീടിന്റെ എന്തെങ്കിലും കാര്യം ക്രമീകരിക്കുന്നതിന് വേണ്ടി പലതും വേണ്ടെന്ന് വെക്കുന്നവരുണ്ട്. പക്ഷെ കുറെ കാലം കഴിയുമ്പോൾ അവര് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, അവര് തന്നെ വിളിക്കും മണ്ടത്തരമായി പോയി, ഞാൻ കുറച്ചൊക്കെ എന്റെ കാര്യം നോക്കേണ്ടതാണ്. ഇതൊക്കെ ചില കാര്യങ്ങളിൽ നമ്മൾ വൈകാരികമായി നമുക്ക് ഉണ്ടാകുന്ന ചില എടുത്തിയാട്ടം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഇവിടെയാണ് കർത്താവ് നമ്മളോടൊന്ന് വി ഷുഡ് അവെയർ ഓഫ് അവർ ടെംപ്ടേഷൻ. ചില നമ്മുടെ ദുർബലതയെ നമ്മൾ അറിയണം. ഒരാൾ വൈകാരികമായിട്ട് പറഞ്ഞാൽ, വൈകാരികമായിട്ട് കേട്ടാൽ, വൈകാരികമായിട്ട് ഇടപെടുന്നത് എന്റെ ഒരു കുഴപ്പമാണ്, എനിക്കത് നിയന്ത്രിക്കേണ്ട എന്റെ ഒരു പ്രശ്നമാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബത്തിനും ഒരു ബാലൻസ് ഉണ്ടാകേണ്ടത് ഒന്നാണ്, അതും കൂടുതലാകേണ്ട ഒന്നല്ല. അടുത്ത നമുക്ക് നോക്കാം. ഹെൽത്ത് അല്ലെ? ഒരാൾ ആരോഗ്യം തന്നെ നോക്കുക, അവരുടെ സൗന്ദര്യം, ആരോഗ്യം ഇത് മാത്രം നോക്കിയിരിക്കുന്ന ഒരാൾ, ആ ആളാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ തീർത്തും നോക്കാത്ത ഒരാളായിക്കോട്ടെ, തിരിച്ചും സംഭവിക്കാം, അത് ഒട്ടും നോക്കാത്ത ഒരാളാകാം. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അവരുടെ ആരോഗ്യം നോക്കത്തില്ല. ചിലർ പറയും ഞാൻ ഷുഗർ നോക്കാൻ ആശുപത്രി പോകത്തില്ല, കാരണം അവിടെ ചെന്നാൽ ഡോക്ടർ 100 മരുന്ന് കുറിച്ച് തരും.
പക്ഷെ ഒന്ന് ചിന്തിച്ചേ, നമ്മളിൽ ആരെങ്കിലും ഒക്കെ അങ്ങനെ പറയുന്നവരായിരിക്കും. ഡോക്ടറെ കാണാൻ ഞാൻ പോകത്തില്ല, കാരണം ഡോക്ടർ എനിക്ക് മരുന്ന് തരും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചികിത്സയെ അവഗണിക്കുകയല്ലേ, നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാതിരിക്കുകയല്ലേ ചെയ്യുന്നത്. നമുക്കറിയാം ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന്. കഴിഞ്ഞ ദിവസത്തെ ഡോക്ടറുടെ ക്ലാസ് അടക്കം നമ്മൾ ഇങ്ങനെ ഇന്നലത്തെ ടെസി മേഡത്തിന്റെ ക്ലാസ് അടക്കം കേൾക്കുമ്പോൾ അറിയാം എത്ര നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ശരീരത്തെ, നമ്മുടെ ഭക്ഷണത്തെ. കഴിഞ്ഞ ദിവസം ഡോക്ടർ ഉപയോഗിച്ചൊരു വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കപ്പ ആവശ്യമുണ്ടെങ്കിൽ കഴിക്കുക, അല്ലെ? നമ്മള് നമ്മൾ ഭക്ഷണത്തെ കഴിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ ഈ ആവശ്യത്തിന് വാക്കേ നമുക്ക് ചിന്തിക്കുന്നില്ല. നമുക്ക് ഇഷ്ടമോ ഇഷ്ടക്കേടൊന്നും മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. നമുക്ക് ആവശ്യം എന്നൊരു വാക്ക് നമ്മൾ ആരെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? എന്നാൽ ഇവിടെയാണ് എന്റെ ശരീരത്തിന്റെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് ജീവിക്കുന്ന ഒരു അവസ്ഥ. അടുത്തൊരു സാധനമാണ് ഫൺ ആൻഡ് റിക്രിയേഷൻ, സന്തോഷവും തമാശയും. ചിലപ്പോഴെങ്കിലും നമ്മൾ പലരും ഉണ്ടല്ലോ, ഞാൻ വളരെ വരണ്ട സ്വഭാവമുള്ളവരായിട്ട് പറയാം. കാരണം വേണ്ട ഒന്നല്ലേ തമാശയും ചിന്തയും ഒക്കെ. നമുക്ക് പലരും ഓർക്കുന്ന ഈ ആത്മീയ ജീവിതം ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ക്രിസ്ത്യ ജീവിതം വളരെയേറെ കഷ്ടപ്പാടും ദുഃഖവും ദുരിതവുമാണ്, അതുകൊണ്ട് എപ്പോഴും ഈ കരഞ്ഞ് നിലവിളിച്ച് ജീവിക്കണമെന്ന് ഒരിക്കലും പറയരുത്. അതൊരു വേദവിരുദ്ധമാണ്. എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞ കർത്താവിന്റെ വചനത്തെ മറന്നുള്ള വാക്കുകളാണ്. നമ്മളെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടല്ലോ എപ്പോഴും തമ്പുരാന് സ്തോത്രം ചൊല്ലിക്കൊണ്ട് സന്തോഷമായിട്ടിരിക്കാനാണ്. അതൊരു പരിശുദ്ധാത്മാവിന്റെ അനുഭവം. അങ്ങനെ തന്നെ ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ചിലരെങ്കിലും ജീവിതത്തിലെ ഒറ്റപ്പെടലാകാം, ആരും അല്ല ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണമാകാം, അയ്യോ ഞാൻ ഇങ്ങനെയാണ്, ഇനി എന്റെ ജീവിതം മുഴുവൻ ഇങ്ങനെ തന്നെ പോണേ, അവരൊക്കെ ചെയ്തോണ്ടല്ലേ ഇങ്ങനെ വന്നത്, എന്റെ ജീവിതം ഇങ്ങനെ സംഭവിച്ചോണ്ടല്ലേ ഒക്കെ വന്ന് പരാതി പറഞ്ഞ് ജീവിതം കളയുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ദിസ് ഈസ് ഓൾസോ എ ടെംപ്ടേഷൻ. നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഒരു വെല്ലുവിളിയായത്. ഇതിനെ നീ നേരിടാതെ ജീവിതത്തിന്റെ സന്തോഷ അനുഭവം തരില്ല. ചിലപ്പോൾ ചില നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ജീവിതത്തിൽ നമുക്കിപ്പോ ഉണ്ടെന്ന് പറഞ്ഞ എല്ലാം തമ്പുരാൻ തന്ന ബോണസാ. മക്കളാകട്ടെ, പാർട്ട്നേഴ്സ് ആകട്ടെ, നമ്മുടെ ജോലിയാകട്ടെ, എല്ലാ ആരോഗ്യമാകട്ടെ ഒക്കെ ബോണസ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഈ സാധനങ്ങൾ ഏതെങ്കിലും ഒന്ന് പോയെന്ന് കരുതി നിന്റെ ജീവൻ തീർന്നതല്ല. ഇനിയും നമുക്ക് തമ്പുരാൻ തന്നിരിക്കുന്ന ജീവിതം ഉണ്ടെങ്കിൽ സ്തോത്രം ചൊല്ലി ജീവിപ്പാന് നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ പലപ്പോഴും നമ്മളുടെ ടെംപ്ടേഷനിൽ വീണു പോകുന്നു എന്ന് മനസ്സിലാക്കണം. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് എടുക്കാം. അടുത്തെന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ ഒരു അടുത്തൊരു ഘടകമാണ്. എന്താണ് പറയാമോ? എന്റെ എനിക്ക് കിട്ടുന്നില്ല. എന്തോ? ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്. ഓക്കെ. ചിലർക്ക് ഒന്നിയിൽ ഭയങ്കര ഫ്രണ്ട്സ് ആണ്, അല്ലെങ്കിൽ അവർക്ക് ആർക്കും സുഹൃത്തുക്കളില്ല. കാരണം വേറൊന്നുമല്ല, ആർക്കും ആരെയും വിശ്വാസം ഇല്ലാത്ത രീതിയിൽ ജീവിക്കുന്നവരുണ്ട്, ഒന്നും തുറന്നു പറയാത്തവര്. ഈ ലോകത്ത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ് തുറന്നു പറയാൻ പറ്റിയ കുറച്ചു പേര്. നമ്മുടെ ജീവിതത്തില് നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് സുഹൃത്തുക്കൾ എന്ന് പറയുന്ന സാധനം. ചിലർക്കൊക്കെ പ്രായമാകും തോറും ഇതൊക്കെ എന്തോ ആവശ്യം, ഇത് കൊച്ചുനാൾ വേണ്ട ഇതൊരു സാധനമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നവരുണ്ട്. യു ആർ ഇൻ എ ടെംപ്ടേഷൻ. മനുഷ്യ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ക്യാൻസറിനേക്കാൾ വേഗത്തിൽ അവനെ നശിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഒറ്റപ്പെടലാണ്. നമ്മൾ ഒരിക്കലും നമ്മളെ ഒറ്റപ്പെടലിലേക്ക് വഹിച്ചുവിടരുത്. എനിക്കറിയാവുന്ന ഒരു പേര് മാറ്റി പറയാണ്, ജോജി സാറും സൂസമ്മ ടീച്ചറും. അതൊന്നും കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ഇവരുടെ ജീവിതത്തിൽ അവർ ഭയങ്കര കുറെ കാലമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കായിരുന്നു. അവർക്ക് ആരുമില്ല, മക്കൾ എന്നെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പരാതി ജീവിച്ചവരാണ്. ഒരു ദിവസം ഇവർക്ക് തോന്നുകയാണ്, ഇങ്ങനെയല്ല ഞാൻ ജീവിക്കേണ്ടത്, കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് ഇങ്ങനെയല്ല. അവര് ഒരു കാര്യം ചെയ്തു. നമ്മൾക്ക് റിട്ടയർഡ് ആയ ടീച്ചേഴ്സ് അല്ലേ, നമുക്ക് അടുത്ത വീട്ടിലെ കുട്ടികളെ വിളിച്ചത് ട്യൂഷൻ തുടങ്ങാം. പിന്നീട് അവരുടെ ജീവിതം മൊത്തം മാറി എന്നാ പറഞ്ഞത്. അതുവരെ ആരുമില്ല, എന്നെ വിളിക്കുന്നില്ല, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന ഈ കുടുംബം പിന്നീട് കുട്ടികളുമായിട്ടുള്ള ഒരു ലോകമായി. അവരുടെ സന്തോഷവും ആനന്ദവും എല്ലാം ഈ പറഞ്ഞ കുഞ്ഞുങ്ങളോടൊപ്പമായി. സി, നമുക്ക് ആരെങ്കിലും ഒക്കെ ഉള്ള റിലേഷൻസും കൂട്ടായ്മകളും ഒക്കെ ആവശ്യമാണ്. തമ്പുരാൻ നമ്മളെ ഒരിക്കലും ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് കണ്ട് തന്നെയാണ് നമുക്ക് പങ്കാളിയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ കൂട്ടൊക്കെ തരുന്നത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു സാധനമാണ് സൗഹൃദങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ തുറന്നു പറയാനുള്ള നല്ല സൗഹൃദങ്ങൾ, നല്ല ബന്ധങ്ങൾ നമുക്ക് അനിവാര്യമാണ്. അപ്പോഴാണ് ഒരു ജീവിതം ഒരു നല്ല ജീവിതം എന്നും ഒരു ഒരു എന്താ പറയാ സുജീവിതം എന്നൊക്കെ പറയാൻ പറ്റുന്നുള്ളൂ. ഒരു മനുഷ്യനോട് ഒന്നും തുറന്നു പറയത്തില്ല, ആരോടും സൗഹൃദമില്ല, ഒരാൾക്ക് പോലും നമുക്ക് കയറി വന്ന് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കത്തില്ല. അങ്ങനെ ഒരു ജീവിതം നമുക്ക് എങ്ങനെ സുജീവിതമാണെന്ന് പറയാൻ പറ്റുന്നത്? നമ്മുടെ ജീവിതം ഒരു നല്ല പച്ചപ്പുള്ള ഒരു ജീവിതമാണെന്ന് പറയണമെങ്കിൽ നമ്മൾ ഒരേ സമയം മറ്റൊരാൾക്ക് ആക്സസിബിളും ആയിരിക്കണം, നമ്മൾ മറ്റൊരാളുടെ കയറി ചെല്ലാനുള്ള ബന്ധമുള്ളവരുമായിരിക്കണം. കുറഞ്ഞ പക്ഷെ ഇവിടെ ആരെങ്കിലും ഒക്കെ പറയാമോ എനിക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ആൾക്കാർ എന്റെ പ്രായത്തോടൊപ്പം ഉണ്ട്, എന്റെ പ്രായത്തിന് അത്രയും ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന പോട്ടെ 50 പേര് എനിക്കുണ്ട്, ആരുമില്ല. 20 പേര് എനിക്കുണ്ട്, 10 പേര്, 5 പേര് എനിക്കുണ്ട്, എന്തും തുറന്നു പറയാൻ പറ്റുന്ന.
പേരുണ്ട്. 3 പേരുണ്ട്. എന്തോ ഷേർലി ടീച്ചർ പറ. ഷേർലി ജോൺ. 5 പേരുണ്ട്. ഒരാളേലും ഉണ്ടോ? എനിക്ക് കുറെ പേരുണ്ടെന്നുള്ളതല്ല. അതുപോലെ തിരിച്ചൊരു ചോദ്യം, അവർക്ക് എന്റെ അടുത്ത് വന്ന് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുക്കുന്നുണ്ടോ? ഞാൻ ഇനി ചോദിക്കുന്ന അടുത്തൊരു ചോദ്യം ഇതാണ്, ഈ പറഞ്ഞ ആൾക്കാർക്ക് ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ വീട്ടിലാണോ? നിങ്ങളുടെ വീട്ടിലുള്ളവരാണോ? ഞാൻ എന്നാ പറയട്ടെ, നിങ്ങളുടെ ഈ എന്തും തുറന്നു പറയാൻ സ്വാതന്ത്ര്യം നൽകുന്ന ഈ ആൾക്കാർ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ഏറെ ഭാഗ്യമുള്ളവരാ. ഏറ്റവും നല്ലൊരു ജീവിതത്തിൽ നിൽക്കുന്നത്. കാരണം ജീവിതത്തിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഫ്രണ്ട് സർക്കിൾ. അന്നമ്മ കൊച്ചമ്മ എന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ കൊച്ചമ്മയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. നിങ്ങൾക്ക് അറിയാമോ, അന്നമ്മ കൊച്ചമ്മയ്ക്ക് എനിക്ക് തോന്നുന്നു 80 വയസ്സടുത്ത് കാണും അല്ലേ കൊച്ചമ്മേ? അടുത്തോ പറഞ്ഞതിൽ സന്തോഷം. ഈ 82 വയസ്സിൽ കൊച്ചമ്മയൊക്കെ ഇപ്പൊ മൂവിട്ടിയില്ല, വീട്ടിൽ തന്നെയാണ്. പക്ഷേ എന്റെ അമ്മാമ്മ ജോളി ആന്റിയുടെ ചപ്പാത്തി ഇട്ട കാര്യമൊക്കെ ഞങ്ങളെല്ലാം കേട്ടു. ഒന്ന് മൈക്ക് ഓഫ് ചെയ്യണം. ഈ കൊച്ചമ്മ എനിക്ക് ഇപ്പോഴും ചിലപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും, അച്ഛൻ കാര്യങ്ങൾ അധികം ചോദിക്കും. അതായത് കൊച്ചമ്മയൊക്കെ ഞാൻ പറഞ്ഞൊരു സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയാണ്. നമുക്ക് നമ്മുടെ ഫ്രണ്ട് സർക്കിളുകളൊക്കെയും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യപ്പെടേണ്ടതാണ്. നമുക്കൊക്കെ ഉണ്ടായിരിക്കേണ്ട, നിർബന്ധമായിട്ട് ഉണ്ടാകേണ്ട ഒന്നാണ്. അപ്പം എന്നാൽ ഇത് കൂടുതലാകാനും പാടില്ല, അതും നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ്. ഇനി അടുത്തൊരു മേഖല എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ ഒരു മേഖല ഏതാണ്? വ്യക്തിഗത വികസനം. വ്യക്തിത്വപരമായ കാര്യം. എന്റെ കാര്യങ്ങളുടെ എന്റെ വ്യക്തിപരമായ ജീവിതവും ഇതിനകത്ത് ഒരു പ്രധാന ഘടകം. ശരിക്കും പറഞ്ഞാൽ എന്റെ സ്ക്രീൻ കാണാതെ ഞാൻ ഇങ്ങനെ അലയുകയാണ്. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ സ്ക്രീൻ എനിക്ക് വിസിബിൾ അല്ല. ഞാൻ ഒന്നുകൂടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഷെയർ ചെയ്യാവേ. ഓക്കെ, താങ്ക് യു. പേഴ്സണാലിറ്റി, എന്റെ വ്യക്തിത്വം, എന്റെ ആവശ്യങ്ങൾ, ഇതും നമ്മൾ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ഇതിനു വേണ്ടി മാത്രം നോക്കുന്ന ഒരാളാണ് എന്ത് പറയാൻ പറ്റും? അവരെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നില്ല. അവരൊരു നാർസിസ്റ്റിക് പേഴ്സൺ ആണ്. അവരുടെ കാര്യം മാത്രം നോക്കി നിൽക്കുന്ന ഒരാളാണ്. ഇനിയും തിരിച്ച് ഇപ്പുറത്തെ വശത്താണെങ്കിലോ, നമ്മൾ നമ്മുടെ ഒരു കാര്യം നോക്കത്തില്ല, എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ്. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറഞ്ഞൊരു അവസ്ഥയിലായിപ്പോ. ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല എന്താണ്? എന്റെ ആവശ്യങ്ങൾ അല്ലേ? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിൽ ഡോക്ടറൊക്കെ ആണെങ്കിലും ഇന്നലെ ചേച്ചി ആണെങ്കിലും പറഞ്ഞു, നമ്മളെ കാര്യങ്ങൾ ചിലതൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. നമ്മുടെ ചില നമ്മുടെ ചെറിയ പേഴ്സണൽ ആയിട്ടുണ്ടാകേണ്ട സന്തോഷങ്ങൾ, പേഴ്സണൽ ആയിട്ടുള്ള ചില റിക്രിയേഷൻസ് ഒക്കെ നമ്മൾ ഇന്നലെ കേൾക്കുകയുണ്ടായി. അവസാനമായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ആത്മീയ മേഖല. തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്കും വചന ധ്യാനത്തിനും ഒക്കെ നമ്മൾ സമയം വേർതിരിക്കുന്നവരാണ്. ഇന്നലെ ടെസി മേഡം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ധ്യാനം എന്ന് പറഞ്ഞപ്പോൾ ഒരു വചനത്തെ നമ്മൾ എടുത്ത് ധ്യാനിക്കുന്ന അനുഭവം നമുക്കുണ്ടെങ്കിൽ നമ്മളൊരു ധ്യാനത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുന്നവരാ. ഈ ജീവിതത്തില് വചനം വായിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നതിലും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ പറയുന്നുള്ള ഒരു ബോധ്യത്തിൽ നിൽക്കുന്ന അനുഭവം ഒക്കെ ഒരു ആത്മീയ അനുഭവമാണ്. ഇത് തീർച്ചയായിട്ടും നമുക്ക് വേണ്ട ഒരു ഘടകമാണ്. അത് നമ്മളൊക്കെ പാലിക്കുന്നവരാണ്. എന്നാൽ ജീവിതത്തിൽ അതിന് സമയം വേർതിരിക്കാത്തവരാണെ ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തില് ചില കാര്യങ്ങളിൽ നിങ്ങൾ മിസ്സിംഗ് ആണ്. ഇവിടെയാണ് നമ്മളുടെ ജീവിതത്തിന്റെ മേഖലകളെ പലതും നമ്മൾ അറിയാനും ഇതൊക്കെ കൂടാതെയും കുറയാതെയും നോക്കുവാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ അടുത്തൊരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ടെംപ്ടേഷനെ പറ്റി പറഞ്ഞത്. നമ്മൾ ഈ പല മേഖലകളിൽ നമുക്കുണ്ടാകുന്ന ടെംപ്ടേഷനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്കിടയിൽ കുഴപ്പക്കാരനായ ചിലർ കാണാം, അല്ലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഇയാള് ശരിയല്ല, അല്ലെ ഇവള് ശരിയല്ല, ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്. ഇത്രയും ഒരു മനുഷ്യന്റെ ആവശ്യമുള്ള മേഖലകളില് നമ്മൾ കേട്ടു. പലപ്പോഴും ആ വ്യക്തി, അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടെന്ന് തോന്നുന്ന വ്യക്തി ഒരു പ്രശ്നക്കാരനായി മാറാൻ കാരണവും എന്താണെന്ന് ചോദിച്ചാല്, നമ്മൾ ഇത്രയും നേരം കേട്ട കാര്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അവർക്ക് അവരുടെ ടെംപ്ടേഷൻസിനെ നിയന്ത്രിക്കാൻ അറിയത്തില്ല. അവർക്ക് അവരുടെ പ്രലോഭനങ്ങളെ നിയന്ത്രിക്കാൻ അറിയത്തില്ല. ആ ഒരു ദുർബലതയെ കടന്നു പോകുന്നവരാ. നമ്മൾ പലപ്പോഴും ചിലർ ദോഷമുള്ളവരാണ് അല്ലെങ്കിൽ കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്നതിന്റെ ഒക്കെ അടിസ്ഥാനം അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാല് ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അറിയാം, അവരുടെ പരിമിതികളെ അവർക്ക് നിയന്ത്രിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ചെറുതായിട്ട് പറയാം, പീപ്പിൾ ആർ നോട്ട് ബാഡ്, ജസ്റ്റ് ഡിഫറെന്റ് ഇൻ ദെയർ ടെംപ്ടേഷൻസ്. അതായത് ആരും മോശക്കാരല്ല. എന്താ അവരുടെ പ്രശ്നം? പിന്നെ അവരുടെ പരീക്ഷകളിൽ അവര് വീണു പോകുന്നു എന്നുള്ളതാണ് അവരുടെയൊക്കെ വ്യത്യസ്തത. അതുകൊണ്ട് ഈ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ ടെംപ്ടേഷനെ പറ്റി കേൾക്കുമ്പോൾ
നമ്മളുടെ ജീവിതത്തിൽ ബാലൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതെങ്കിലും ബാലൻസ് പോകുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ പരീക്ഷയിൽ അകപ്പെടുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പലരും മോശക്കാരായി മാറുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? അവരുടെ പരിമിതികളെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മുമ്പിൽ മോശക്കാരായി കാണുന്ന പലരും, അല്ലെങ്കിൽ ദുർബലരും തോന്നുന്ന പലരും, അവർ വെറുക്കപ്പെടേണ്ടവരല്ല, അവരെ ഒഴിവാക്കേണ്ടവരല്ല. അവർക്കൊക്കെയും ശരിക്കും പറഞ്ഞാല് അവരെയൊക്കെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അവരുടെ ബലഹീനതയിൽ കരകയറാൻ അവരോട് പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിപ്പിക്കാൻ ആവശ്യം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണെന്ന് നമ്മളെ കർത്താവ് പ്രാർത്ഥനയിലൂടെ നമ്മളെ ഓർപ്പിക്കുക. നമുക്ക് ഇനി ഒരു വീഡിയോ കണ്ടിട്ട് ഇനി മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കയറാം. ഓക്കെ. സോറി. ഒരു ക്ലാസ്സിൽ വന്ന മുള്ളംപന്നിയുടെ പലതരത്തിലുള്ള ജീവജാലങ്ങൾ ഇങ്ങനെ ദേഷ്യം കാണിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും അവനെ മാറ്റി നിർത്തി, കാരണം അവന്റെ മുള്ള എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നു. നല്ലൊരു ദിവസം ഒരു കൂട്ടുകാരൻ സമ്മാനമായിട്ട് കുറെ മഞ്ഞിക്കെട്ട് കൊടുത്ത് അവന്റെ മുള്ളയിലെല്ലാം അത് ചേർത്ത് അവന്റെ പ്രശ്നം മാറ്റി. പിന്നെ അവനെ എല്ലാവർക്കും ഹഗ് ചെയ്യാൻ പറ്റിയത്. ഈ രണ്ടാം ഭാഗത്ത് ഞാൻ പറയാൻ ശ്രമിച്ചത് ഇത് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള ടെംപ്ടേഷൻസും പലതരത്തിലുള്ള പരിമിതികളുണ്ട്. ഇത് തമ്പുരാൻ അറിയാവുന്നതാണ്. നമ്മൾ തമ്പുരാൻ നമുക്ക് അറിഞ്ഞു തന്നെ നമ്മൾ പറയാണ് ഇതിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ഒന്നാമത്. രണ്ടാം ഭാഗത്ത് പറയുന്നത് ആരും മോശക്കാരല്ല. അവര് പലരും ഈ ഒരു പലതരത്തിലുള്ള ടെംപ്ടേഷനിൽ വീണു പോകുന്നവരാണ്. നമ്മളും അതുകൊണ്ട് നമ്മൾ അവെയർ ആകേണ്ട ഒരു മേഖലയാണ് നമ്മുടെ പരിമിതി. ഒരു കാര്യം കൂടെ, ഇനി അടുത്തൊരു മേഖലയിലേക്ക് നമ്മളെ കിടക്കാം. ഈ പലതരത്തിലുമുള്ള നമ്മുടെ ടെംപ്ടേഷൻസ്, നമ്മുടെ പരീക്ഷകൾ നമ്മളെ രണ്ട് തരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാം. ഒന്ന്, നമ്മളെ ഒരു കമ്മിറ്റഡ് ലൈഫായിട്ട് മാറ്റാം, അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ ലൈഫായിട്ട് മാറ്റാം. ഈ കമ്മിറ്റഡ് ലൈഫ് എന്ന് പറയുന്നത് നമ്മളെ ഒരു ഒന്നിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ജീവിതമായിട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ പാഷൻ കാരണം, നമ്മുടെ അതിയായ ആഗ്രഹം കാരണം. ഇപ്പൊ നമ്മുടെ കുടുംബത്തോടുള്ള നമ്മുടെ ഒരു ഒരു പ്രവർത്തനം നമുക്ക് അതിനോടുള്ള സ്നേഹം കൊണ്ടായിട്ട് മാറും. എന്ത് പറ്റും? നമ്മൾ ആ കുടുംബത്തെ ഏറ്റവും ചേർത്ത് പിടിക്കുന്നവരാണ്. നമ്മുടെ ജോലി മേഖലയിലാണെങ്കിലോ നമുക്ക് ഇപ്പം പണമോ അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രോത്സാഹനമല്ല, മറിച്ച് അത് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണെന്ന് കണ്ടാ ചെയ്യുന്നെങ്കിലോ നമ്മൾ അതിൽ ശരിക്കും എൻജോയ് ചെയ്യും, അല്ലെ? ഇപ്പൊ ഒരു കളിസ്ഥലത്ത് ഒരു കുട്ടി നന്നായിട്ട് കളിക്കും. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് അത് അവനൊരു വലിയ സന്തോഷം, അവൻ അതിൽ നിന്നൊരു ഉത്സാഹമാണ്. അതൊരു പാട്ട് പാടുന്ന കാര്യമാകട്ടെ, ഇനി സഭയിൽ തമ്പുരാൻ ഏൽപ്പിച്ച ഒരു ജോലി ചെയ്യുന്നതാകട്ടെ. നിങ്ങളൊക്കെ സ്ത്രീൻസൊക്കെയും പ്രവർത്തകരാണ്. നിങ്ങളെ ഓരോ കാര്യത്തിന് ഏൽപ്പിക്കുമ്പോഴും അതിനുവേണ്ടി ആവോളം ഓടുകയും അതിനുവേണ്ടി വിട്ടുകൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് തമ്പുരാന്റെ വലിയൊരു സ്നേഹം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ടും ദൈവം നമ്മളെ അതിന് വിളിച്ചുകൊണ്ടും ഉള്ള ബോധ്യത്തിലാണ്. നമുക്ക് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് വലിയ സന്തോഷമുണ്ട്, അല്ലെ? നമുക്കൊരു വലിയൊരു ആനന്ദമുണ്ട് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെ? നമ്മൾ അത് കണ്ടു കഴിയുമ്പോൾ ഒരു നല്ലൊരു മീറ്റിംഗിൽ അല്ലെ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു ആനന്ദമാണ്. കാരണം
ഇതിനോട് നമുക്കൊരു വലിയ സ്നേഹമുണ്ട്. അതിൽ നിന്ന് ആ ഒരു കമ്മിറ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദമാണ്. തീർച്ചയായിട്ടും ഒരാൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുമെങ്കിൽ, അവരുടെ ഇങ്ങനെയുള്ള നല്ല മേഖലകൾ ഉപയോഗിക്കുമെങ്കിൽ അവരെ കൊണ്ട് ഒരുപാട് പേർക്ക് പ്രയോജനമുള്ളവരായിരിക്കും. അവരൊരു അനുഗ്രഹമായിട്ട് മാറും. കാരണം അവരുടെ പാഷനും അവരുടെ അധിനിവേശവും എല്ലാം എന്തിനാണ്? നിങ്ങൾക്ക് നന്മ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചാൽ. ഇനി എന്നാൽ അപകടം പിടിച്ച ഒരു ടെംപ്ടേഷനെ പറ്റിയാണ് ഇനി ഞാൻ പറയുന്നത്. അത് പ്ലഷറിന് വേണ്ടിയുള്ള ടെംപ്ടേഷൻ. ഒന്ന് പാഷന്റെ പുറകെയുള്ള ടെംപ്ടേഷൻ ആണെങ്കിൽ നമ്മൾ അതിയായി ആഗ്രഹിക്കുകയാണ് ഈ നന്മ ഉണ്ടാകണം, ഈ സന്തോഷം ഉണ്ടാക്കണം. പക്ഷെ ഈ ആനന്ദത്തിന് വേണ്ടിയുള്ള പല പ്രലോഭനങ്ങളും ഉണ്ടല്ലോ, നമ്മളെ അപകടത്തിലാക്കാം. ഇത് രണ്ട് തരത്തിലുള്ള അപകടങ്ങളിലാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഒന്നാമത്തേത് ഈ വസ്തുക്കളുമായി ഒരു വലിയ ആസക്തി എന്ന് പറയുന്ന അവസ്ഥ. ഈ പ്ലഷർ കൊണ്ടുവെക്കുന്ന എല്ലാ ആസക്തിയിലോട്ടെ. കാരണം നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ വസ്തുവിനെ നമ്മൾ ഇങ്ങനെ നിരന്തരം ഉപയോഗിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും അല്ലെ? ഏതെങ്കിലും ഒരു 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 ലഹരി വസ്തു ഉപയോഗിക്കുമ്പോഴാണ് സന്തോഷം കിട്ടും. അത് നമുക്കറിയാം. അത് കഴിക്കുമ്പോഴാകാം, അത് പുകയ്ക്കുമ്പോഴാകാം, അത് കുത്തിവെക്കുമ്പോഴാകാം. അപ്പോൾ ആ വസ്തുവിന്റെ ഉപയോഗം നമുക്ക് സന്തോഷം തരുന്നെങ്കിൽ നമ്മൾ എന്തായിട്ട് മാറുകയാണ്? അതിന്റെ കൺസ്യൂമറായിട്ട് മാറുകയാണ്. കുറച്ച് മുമ്പ് നമ്മൾ പാഷന് കൊണ്ട് ഒരുത്തൻ കമ്മിറ്റഡ് ആയിട്ടൊരു ജീവിതം നയിക്കുന്നതിനെ പറ്റി കേട്ടെങ്കിൽ ഈ വസ്തുക്കളോട് ആഭിമുഖ്യം നമ്മൾ എന്ത് പറ്റും? ഇതിന്റെ ഒരു കൺസ്യൂമറായിട്ട് മാറ്റും. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ അടിമയായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അത് പഞ്ചസാര ആയാലും, അതിപ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മദ്യമായാലും, നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഉപയോഗിക്കുന്ന ഭക്ഷ്യ നമ്മുടെ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ നിന്നും ഈ ഒരു ആസക്തി നമുക്ക് രൂപപ്പെടാം. നമ്മുടെ ടെംപ്ടേഷനായിട്ട് മാറുകയാണ്. നമ്മുടെ പരീക്ഷയായിട്ട് ചിലര് ഇപ്പൊ ആസക്തി ഉണ്ടാകുന്ന വെച്ചത്. ഇനി ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു തലമാണ് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിലൂടെ മാത്രമല്ല നമ്മുടെ സ്വഭാവത്തിൽ ചിലപ്പോ സ്വഭാവ ആസക്തി. ഇന്ന് ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്ന അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയായിട്ട് മാറുന്നത് ഈ സ്വഭാവപരമായ ആസക്തിയാണ്. സ്വഭാവപരമായ ആസക്തി എന്തൊക്കെയാകാം? ഇപ്പൊ നമുക്ക് ലഹരിപരമായ ആസക്തി നമുക്ക് പറയാം, സിഗരറ്റ്, ഡ്രഗ്, ആൽക്കഹോൾ എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ആസക്തി ഉള്ളവരെയും നമുക്കറിയാം, അത് ഉപയോഗിക്കുന്നവരുടെ കുഴപ്പവും നമുക്കറിയാം. എന്നാൽ സ്വഭാവപരമായ ആസക്തി എന്തൊക്കെയാ? ചിലർക്ക് ലോട്ടറിയോട് ആസക്തി. നിരന്തരമായിട്ട് ലോട്ടറി എടുക്കാൻ ഒരു മടിയില്ല. റീസെന്റ് ഒരു ഡിവോഴ്സ് കേസിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ ചെറുക്കന് ഈ ഓൺലൈൻ ഈ എന്താ പറയാ ഗാംബ്ലിങ്ങിനോടുള്ള അല്ലെങ്കിൽ ഈ ചീട്ടുകളി ഉണ്ടല്ലോ അതിനോടുള്ള ഇത് കാരണം അവന്റെ പൈസ തീർത്തു, അവൻ കടമാക്കി, ഭാര്യയുടെ വീട്ടുകാരോടും ആവശ്യപ്പെടുന്നു, അങ്ങനെ ഭീഷണിപ്പെടുത്തി പൈസ മേടിക്കുന്നു. കാരണം എന്താണ് ഈ പയ്യൻ ഇത്രയും നിർബന്ധിച്ച് ഇത്രയും ക്രൂരമായിട്ട് ഇടപെടുന്നത്? അവന്റെ ഉള്ളില് ഈ ഒരു ഗെയിമിങ്ങിനോടുള്ള അമിതമായ ഒരു അധിനിവേശം ഉണ്ടല്ലേ. ഒരു കുട്ടിയുടെ തലച്ചോറിന്റെ അവസ്ഥ ഒരു വ്യത്യാസവും ഇല്ല. അതിനർത്ഥം എന്താ? നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഈ സ്വഭാവപരമായ ആസക്തികൾ പലപ്പോഴും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ആൾക്ക് നമ്മുടെ വീട്ടിലാകാം, നമ്മുടെ അയൽവക്കത്താകാം, നമുക്ക് തന്നെയാകാം. ഏതെങ്കിലും ചില കാര്യങ്ങളോട് നമുക്ക് ആസക്തി ഉണ്ടെങ്കിൽ അത് വലിയൊരു അപകടത്തിന്റെ സൂചനയാണെന്ന് നമ്മളെ കാണിച്ചത്. ഇത് വലിയൊരു ഇതാണ് നമ്മൾക്ക് നിത്യമായ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട ഒരു സൂചനയായിട്ട് നമ്മൾ കാണിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ഞാൻ പറയുന്നത് ലൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ, ബട്ട് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ ബാലൻസ് ഓഫ് ലിവിങ്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ബാലൻസ് ചെയ്യുന്നത്. നമ്മൾക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് കൂടുതലായിട്ട് വീണു പോകുന്ന പ്രവണത നമ്മുടെ ഇടയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കുക, അതിനെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കണം ചെയ്യേണ്ടതാണ്. ഇനി നമുക്കൊരു വേറെ വീഡിയോ കാണാം. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓഡിയോ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഓക്കെ. പക്ഷെ ഇതിനകത്ത് കണ്ടാൽ മതി, വളരെ സുന്ദരമായ ഒരു മനുഷ്യന്റെ നല്ലൊരു മനുഷ്യന്റെ ജീവിതം നമുക്ക് കാണാൻ പറ്റും. നിലവില് എന്റെ നെറ്റ് കണക്ഷൻ എന്തോ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. എന്നെ കേൾക്കാമല്ലോ നിങ്ങൾക്ക് അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മള് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യന്റെ നല്ലൊരു ജീവിതത്തെ നിങ്ങളുടെ കാണിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹം ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നതും ആസ്വദിക്കുന്നതും എല്ലാം ഈ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ്. ആ വീഡിയോ നമുക്ക് കാണാൻ സാധിച്ചില്ല, സോറി. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ നോക്കി. വചനാടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരു പ്രലോഭനങ്ങൾ പലപ്പോഴും നമ്മൾ കർത്താവ് പറയുന്നത്. കാരണം വി ഷുഡ് ബി വിജിലന്റ് എന്ന് തന്നെ കർത്താവ് പറയുന്നത് അല്ലെ? നമ്മൾ വീഴാതിരിപ്പാൻ
സൂക്ഷിക്കാൻ വേണ്ടി കർത്താവിനോട് രക്ഷ യാചിക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മൾ കേട്ടത് ഈ ഒരു ടെംപ്ടേഷന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്. ടെംപ്ടേഷന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണെന്ന് കേട്ടു. നമ്മളെല്ലാവരും നല്ലതും മോശമായി തീരുന്നത് നമ്മൾ ടെംപ്ടേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള രീതിയിലാണ് നമ്മൾ കേട്ടു. മൂന്നാമതൊരു ഭാഗത്ത് നമ്മൾ കേട്ടു നമ്മുടെ പല ടെംപ്ടേഷൻ ചിലതൊക്കെ ഭയങ്കര അപകടകരമായ രീതിയിലുള്ളതാണെന്ന് കേട്ടു. നമ്മൾ കേട്ടു ചിലതിലൊക്കെ നമ്മൾ വീണു പോയാൽ ഒരു പക്ഷേ ഏറ്റവും അപകടകരമായ നമുക്ക് ചില അഡിക്ഷനിലേക്ക് പോലും പോകാൻ സാധ്യതയുണ്ട്. അത് സ്വഭാവപരമായി പോലും ഉള്ള ആസക്തികൾ ഉണ്ടെന്ന് നമ്മൾ കേട്ടു. അപ്പൊ നമുക്കിടയിൽ ഇന്നലെ ടെസ്റ്റ് ചേച്ചി പറഞ്ഞു 5-ൽ ഒരാൾക്ക് മാനസിക രോഗം ഉണ്ടെന്ന് പറഞ്ഞു. ഈ 5-ൽ 1 പറഞ്ഞാൽ ഇന്ന് 250 പേര് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പറയുകയാണെങ്കിൽ ഏതാണ്ട് 50ഓളം പേർക്ക് ഈ ഒരു മാനസികമായ പ്രയാസങ്ങളെ പറ്റിയാണ്. സാധാരണ 10-ൽ 1 എന്നൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. ഇതിലൊരു ബഹുഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള ആസക്തികളിലാണ് മനുഷ്യന് പലപ്പോഴും രോഗാവസ്ഥകൾ രൂപപ്പെടുന്നത്. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ ശ്രമിച്ചത് അടുത്തൊരു ഭാഗത്ത് നമ്മൾ ശ്രദ്ധേയമായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ നമ്മൾ പോകുന്ന പല അപകടങ്ങളും നമുക്കുണ്ടാകുന്ന പല ആസക്തികളും നമ്മളെ ഗുരുതരമായ മാനസിക രോഗങ്ങളിലേക്ക് പലപ്പോഴും എത്തിക്കുന്നുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ ഓരോ ചെറിയ സന്തോഷത്തിന്റെയും പിമ്പില് ഒരു വലിയൊരു ആകർഷണതയുണ്ട്. നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് ശരീരത്തില് ഒരു ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, നമ്മളോട് ഒരാൾ നല്ല കാര്യം പറയുമ്പോൾ കിട്ടുന്ന സന്തോഷം, ഇതൊക്കെ നമുക്ക് സന്തോഷമായിട്ട് തോന്നിപ്പിക്കുന്നത് ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ. ഈ ഡോപ്പമിന്റെ പ്രവർത്തനം ഒരു പ്ലഷർ നമുക്ക് തരുന്ന, സന്തോഷം തരുന്ന സാധനം. അപ്പൊ എപ്പോഴാണോ നമ്മൾ ഈ പറയുന്ന നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്, ഇപ്പോഴൊക്കെ നമ്മുടെ തലച്ചോറിൽ ഈ ഡോപ്പമിന്റെ ഒരു വലിയൊരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു കാര്യത്തെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണ് ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും, നമുക്ക് ഈ ഒരു ഡോപ്പമിൻ കിട്ടാൻ വേണ്ടി നമ്മുടെ ശരീരത്തിന് വലിയൊരു ആഗ്രഹം ഉണ്ടാകും. കാരണം എപ്പോഴും ശരീരം ഒരേ രീതി തന്നെ പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടല്ലോ. അത് കാരണം നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ അത് വേണമെന്നൊരു വാശി നമുക്കുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു മനുഷ്യന്റെ സാധാരണമായി മാറേണ്ട ചില ശീലങ്ങൾ നിർബന്ധ ബുദ്ധിയോടുകൂടി ആയി മാറുന്ന അവസ്ഥയാണ് നമ്മൾ പലപ്പോഴും അഡിക്ഷൻ എന്ന് പറയുന്നത്. ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു രോഗമാണ്. അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു മാനസിക രോഗമാണ്. നമ്മൾ ചിലരെ പറ്റിയെങ്കിലും പറയും, ചിലര് വീണുപോയി, അവനിങ്ങനെ ഒരു ദുശീലമുണ്ട്, അത് അവന്റെ അഹങ്കാരം കൊണ്ടാണ്, അവന് വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റത്തില്ല, എത്ര പേര് കൂടി നിർത്തുന്നുണ്ട്, അവൻ എന്താ ചെയ്യാത്തെ, മനസ്സിലാക്കുക. ആരെങ്കിലും ആസക്തിയിൽ വീഴുന്നുണ്ടെങ്കിൽ, അവനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ലാതെ വരുന്നുണ്ടെങ്കിൽ അവരൊരു രോഗാവസ്ഥയിലാണ്. ചില കാര്യങ്ങളൊക്കെ അവർ പോലും ആഗ്രഹിക്കുന്നുണ്ട് ഇതെങ്ങനെങ്കിലും വേണ്ടെന്ന് വെക്കാൻ, പക്ഷെ ഇല്ലാത്ത അവസ്ഥയിൽ അവർ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവരുടെ ഒരു രോഗത്തിന്റെ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് പനി വന്നാൽ നമുക്കറിയാം, നമ്മൾ ചികിത്സിക്കും അല്ലെ, നമ്മൾ അതിന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. നമുക്കൊരു ഏതെങ്കിലും തരത്തിലുള്ള ഹാർട്ട് പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് നിർബന്ധമായിട്ടും കൊണ്ടുപോകും. നമുക്കിടയിൽ ആർക്കെങ്കിലും തരത്തിലെ ഏതെങ്കിലും ഒരു ഗൗരവമുള്ള രോഗമാണെങ്കിൽ നമ്മൾ അതിനെ തീർച്ചയായിട്ടും അതിന് ഏതറ്റം വരെ ചികിത്സിക്കും. പക്ഷെ എന്നാൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാല് ഈ ലഹരിപരമായ ആസക്തിപരമായ രോഗത്തിലാകുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും കൃത്യസമയത്ത് ചികിത്സ കിട്ടാറില്ല. എപ്പോഴാണ് പിന്നെ ഒരാൾ ചികിത്സ കിട്ടുന്നത്, അവൻ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാക്കി, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി, അത് എല്ലാവരും അറിയുന്ന ഒരു തലത്തിൽ എത്തുമ്പോഴാണ് നമ്മൾ പറയുന്നത് എൻ്റെ മോന് അല്ലെ മോൾക്ക് ഒരു ട്രീറ്റ്മെന്റ് വേണം. നമ്മൾ മനസ്സിലാക്കുക, ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഗുണമുള്ളൊരു കാര്യമാണ്, നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. നമുക്ക് പലപ്പോഴും ചിലരുടെ ഞാൻ പറയാറുണ്ട്, ശവപ്പെട്ടിക്ക് എടുത്തു വെച്ചേക്കുന്ന പൈസ മതി ചിലരെയൊക്കെ ചികിത്സിച്ച് നന്നാക്കാൻ. അവരുടെ പെട്ടി മേടിക്കാൻ വെച്ചേക്കുന്ന ഒരു പൈസ ഉണ്ടല്ലോ, ഒരു 15,000 രൂപ, അത് മതി ചിലപ്പോൾ അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ. എന്നാൽ അതുപോലും ചെലവിടാൻ ആളില്ലാത്ത ചുവടുകളുണ്ട്. അതുകൊണ്ട് ഗൗരവമായി കാണേണ്ട ഒന്നാണ് ഈ ആസക്തിയുടെ അനുഭവത്തിൽ ഉള്ള ആൾക്കാർ. അപ്പൊ ഞാൻ ഇവിടെ പറയാൻ ശ്രമിച്ചത് ലഹരി ഒരു രോഗമാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി അടുത്ത ഒരു മേഖലയിലേക്ക് വന്നാല് ഈ രോഗത്തെ നമ്മൾ മനസ്സിലാക്കുന്നതിനെ പറ്റി ഇനിയും പറയുന്നത്. ഈ രോഗത്തെ പറ്റി മനസ്സിലാക്കുന്നത് നമുക്കറിയാം, ഒരാൾക്ക് ഈ ഒരു ലഹരിപരമായ ഏതെങ്കിലും തരത്തിൽ വീണ് കിടക്കുന്ന ഒരാളാണെങ്കിൽ ഓർത്തോണം, അയാളുടെ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇതിലോട്ട് വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ജനിതകപരമായ കാരണമാണ്. അയാളുടെ സ്വഭാവം കൊണ്ടുണ്ടായത് മാത്രമല്ല. നിങ്ങളുടെ കുടുംബത്തിലെ ഒരു 3 തലമുറയിൽ എവിടെയെങ്കിലും ലഹരിയിൽ വീണുപോയ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പ്രധാന ഘടകമാണ് ലഹരിയിലേക്ക് ഒരാൾ വീണു പോകുന്നതിനുള്ള. അതായത് അപ്പനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ളതോ ആരെങ്കിലും തരത്തിൽ ഈ ലഹരി വീണവരുണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് അത് വരാനുള്ള പ്രവണത കൂടുതൽ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളോട് പറയണം, മക്കളെ ശ്രദ്ധിക്കണം, കാരണം നിനക്ക് ഇതിലോട്ട് വീണു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, നമ്മുടെ ചുറ്റുപാട് നല്ലതല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ
നമ്മുടെ കുഞ്ഞുങ്ങള് ഇതിലേക്ക് വീണു പോകാനുള്ള സാധ്യത നമുക്ക് കൂടുതലാണ്. അതുപോലെ തന്നെ കുടുംബത്തിന്റെ സാഹചര്യങ്ങള്, കുടുംബത്തില് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചില കുട്ടികൾക്കെങ്കിലും ഈ എല്ലാവരും ഒരേപോലെ ശ്രദ്ധ കിട്ടുന്ന കുട്ടികളാകണമെന്നില്ല. ചില കുട്ടികൾക്കെങ്കിലും ഈ അറ്റൻഷൻ കിട്ടാതെ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവൻ കൊള്ളത്തില്ല, അവനെ പറ്റി എന്നും കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഈ കുറ്റപ്പെടുത്തി നന്നാക്കുവാണെന്ന്? ഒരിക്കലുമല്ല. നിങ്ങൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഒരുപാട് അവരുടെ ആത്മവിശ്വാസം താഴ്ത്തു പോവുക. പിന്നെ അവന്റെ പ്രവണത എന്നറിയോ? അവന് അംഗീകാരം കിട്ടുന്ന ഇടങ്ങൾ തേടിപ്പോവും. അത് മനുഷ്യന്റെ മറ്റൊരു ദുർബലത, ടെംപ്ടേഷനാ. നമുക്ക് എവിടെയെങ്കിലും ഒരിടത്ത് അംഗീകാരം കിട്ടിയില്ലെങ്കിൽ അത് അന്വേഷിച്ച് നമ്മൾ എവിടെയെങ്കിലും പോകും. അപ്പൊ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി അവരെ സ്വീകരിക്കാൻ ഏറ്റവും റെഡി ആയിട്ടിരിക്കുന്നത് ഈ ലഹരി. അപ്പം ഈ ലഹരിയുടെ മേഖലയിലേക്ക് വന്നു കഴിയുമ്പോൾ പലപ്പോഴും ഓട്ടോമാറ്റിക്കലി ഇവർ അതിലെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഒരു ആസക്തനായിട്ട് മാറുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നു. അപ്പം എങ്ങനെയാണ് ഇദ്ദേഹം ഇങ്ങനെ ആയെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ അവരുടെ കുടുംബമാണ് ഈ വ്യക്തിയെ ഇങ്ങനെ നിലയിൽ എത്തിച്ചെന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പൊ കുടുംബം ഒരു ഫാക്ടറാ. കുടുംബം ഒരാളെ ലഹരിയിലേക്ക് വീഴ്ത്തുന്ന ഒരു പ്രധാന ഫാക്ടറാണ്. ഇനി മറ്റൊരു ഫാക്ടർ നമ്മൾ അന്വേഷിച്ചാല്, ലൈവ് എന്റെ ശരിയായിട്ടുണ്ട്. ഓക്കെ, താങ്ക് ഗോഡ്. കാണാലോ എന്നെ അല്ലേ? കഴിയുന്നുണ്ടോ? ഫോൺ തന്നെ വീണ്ടും. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ ചില ഫാക്ടേഴ്സ് പറഞ്ഞു, ഒരാളെ ആസക്തിയിലേക്ക് കൊണ്ടുവിടുന്ന ചില ഘടകങ്ങൾ എന്തൊക്കെയാണ്. അപ്പം ഈ ഘടകങ്ങള് നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കേണ്ട ഒന്നാണ്. വീട്ടിലെ ഒരാൾ ഒരു കുഴപ്പക്കാരനായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ, ഒരു ചെറിയ പ്രയാസമുള്ളൊരു കുട്ടിയുണ്ടെങ്കിൽ അവനെ കൂടുതൽ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുഞ്ഞ് ഒരാൾ പഠിക്കുന്നില്ല, പഠിത്തത്തിൽ ഇച്ചിരി പുറകോട്ടാണെങ്കിൽ അവനെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നതെങ്കിൽ അവൻ മറ്റൊരു അപകടത്തിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. ഈ നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കൂട്ടുകെട്ട്. നമുക്കറിയാലോ, കൂട്ടുകെട്ട് എല്ലാവർക്കും അറിയാവുന്ന തന്നെ ഈ ആസക്തിയിലേക്ക് വിടുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്ന് കൂട്ടുകെട്ടാണ്. കാരണം ഈ ഒരു പ്രായം കഴിയുമ്പോൾ ചിലരൊക്കെ പറയും, എന്റെ മോനെങ്കിൽ എന്നോട് എതിർക്കാൻ തുടങ്ങുന്നു, ദേഷ്യപ്പെടുന്നു, അവനെങ്കിൽ എന്നോട് പണ്ടൊക്കെ എന്ത് സ്നേഹത്തോടിരുന്ന കുഞ്ഞാണ്, ഇന്ന് എന്നോട് അധികം മിണ്ടുന്നില്ല. അതിന് ആദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞ് വളരുന്നു എന്നതിന്റെ ലക്ഷണമാണ് ഇത് ഒന്നാമത് കാണിക്കുന്നത്. കാരണം അവരുടെ വളർച്ചയുടെ ഘട്ടത്തിൽ അവര് കുഞ്ഞായിരുന്ന കാലത്ത് നിങ്ങൾ പറഞ്ഞ എല്ലാം കേൾക്കുമായിരുന്നു. അവന്റെ വളർച്ചയുടെ ഒരു വികാസത്തിന്റെ ഘട്ടത്തിലാണ് അവനായിട്ട് അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, എന്റെ കുഞ്ഞു വളരുന്നതിന്റെ ഒരു ലക്ഷണമായിട്ട് നമ്മൾ ഇതിനെ കാണാൻ സാധിക്കും. എന്നാല് ഈ വളർച്ചയുടെ ഘട്ടത്തില് അപ്പം സ്വാഭാവികമായിട്ടും ഈ എതിർപ്പിന്റെ പ്രവണത നമ്മളോട് വരുമ്പോൾ അവന് അനുകൂലമായിട്ട് അവന്റെ കൂടെ നിൽക്കുന്ന ആരായിരിക്കും? കൂട്ടുകാരായിരിക്കും. ഇപ്പൊ കൂട്ടുകാരോട് സ്വാഭാവികമായിട്ട് അവൻ ഏറ്റവും നന്നായിട്ട് കൂട്ടുകൂടും. അവന്റെ കൂട്ടുകാരായിരിക്കും അവനെ ഏറ്റവും കൂടുതൽ പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ സ്വാധീനിക്കുന്നത്. അപ്പൊ നല്ല കൂട്ടുകാരല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലപ്പം തെറ്റായ വഴിയിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ കേൾക്കാമല്ലോ? ഇതിന്റെ ആദ്യ ഭാഗം കേട്ടില്ല, ചാൻസസ് ഓഫ് അഡിക്ഷൻ തുടങ്ങുന്നത്. മേഡം ഞാൻ പറഞ്ഞ ഇപ്പൊ പറഞ്ഞ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ മേഡം. ഓൾറെഡി ഞാൻ പറഞ്ഞു തുടങ്ങി മേഡം, സ്ക്രീൻ ഇല്ലായിരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ വന്നത്, ഈ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നല്ല കൂട്ടുകെട്ട്. അപ്പൊ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു തെറ്റായ വരുന്നുണ്ടെങ്കിൽ ആദ്യം മാറ്റേണ്ടത് അവന്റെ കൂട്ടുകെട്ടാണ്. അപ്പോൾ അതിനകത്ത് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ മനസ്സിലാക്കുക, അവർക്ക് നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുക. ഏറ്റവും നല്ലത് പള്ളിയിലെ കുട്ടികൾക്ക് നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാനുള്ള ശ്രമം നമുക്കുണ്ടാകും. അവിടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർക്കിൾ, ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടാക്കാനുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അത് നല്ലൊരു ആത്മീയ വളർച്ചയ്ക്കൊക്കെ സഹായമാകുന്നത്. ഞാൻ ഇടയ്ക്ക് വന്ന് പറഞ്ഞൊരു കാര്യമാണ്, ചില സമയത്തെങ്കിലും കുട്ടികൾ എതിർക്കുന്ന പ്രവണത, അവരുടെ കൂട്ടുകാരോട് കൂടുതൽ അടുക്കുന്ന പ്രവണത, ഇതൊക്കെ ഉണ്ടാകുന്നതിനെ പറ്റി പറഞ്ഞു. ഇവിടെ ആണ് ലഹരിയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു കുട്ടിക്ക് പേരൻസിന് വലിയൊരു റോളുണ്ട്. എന്താണെന്നറിയാമോ? അവനുമായിട്ട് ചെങ്ങാത്തം കൂടുക എന്നുള്ളത്, അവന്റെ ഒരു ഫ്രണ്ടായിട്ട് മാറുക എന്നുള്ളത്. അത് മാക്സിമം സാധിക്കുന്നത് 15 വയസ്സ് വരെ ഉള്ളതുകൂടെ ഞാൻ ചേർത്ത് പറയുന്നു. ഒരു കുഞ്ഞുമായിട്ട് ചെങ്ങാത്തം കൂടാനുള്ള ഏറ്റവും പരമാവധി ഒരു അപ്പനോ അമ്മയ്ക്കുള്ള ഒരു പ്രായം 15 വയസ്സാണ്. പലരും ഓർത്തേക്ക് ഈ കുഞ്ഞ് എപ്പോഴും ഇങ്ങനെ കുഞ്ഞായിട്ടിരിക്കുമെന്നാ. ഒരിക്കലും അല്ല. നിങ്ങളുടെ കുഞ്ഞ് വളരും, നിങ്ങളുടെ കുഞ്ഞ് വലുതായി പോകും. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന കുട്ടികളുമായിട്ട് ഒരു ആത്മബന്ധം രൂപപ്പെടുത്താനായിട്ട് ഒരു നല്ല ഒരു സൗഹൃദപരമായ ഇടപെടൽ നമ്മൾ രൂപപ്പെടുത്തുന്നത് വരും കാലങ്ങളിൽ അവരെ നമുക്ക് സ്വാധീനിക്കുന്നതിന് രൂപപ്പെടുത്താനൊക്കെ സഹായിക്കും. അപ്പൊ ഞാൻ പറയാൻ ശ്രമിച്ചത് ചാൻസസ് ഓഫ് അഡിക്ഷൻ. ഒരു കുട്ടി ഒരാളൊരു ആസക്തിയിലേക്ക് പോകാനുള്ള കാരണങ്ങൾ പറഞ്ഞു. ആദ്യം പറഞ്ഞു ജനിതകപരമായ ഘടന. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും
ഈ ലഹരിയോടുള്ള ആസക്തി രോഗമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. രണ്ട്, ഞാൻ പറഞ്ഞു ചുറ്റുപാട്, നമ്മുടെ ചുറ്റുപാട് ചിലപ്പം ഇതിലേക്ക് സ്വാധീനിക്കുന്നതാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ പറഞ്ഞു കുടുംബത്തിന്റെ അന്തരീക്ഷം, കൂട്ടുകാര്. ഞാൻ എടുത്തു പറഞ്ഞ ഒന്നാണ് ആത്മവിശ്വാസക്കുറവ്. പഠനത്തിലോ ഏതെങ്കിലും തരത്തിൽ പുറകോട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവന് കൂടുതൽ ആത്മവിശ്വാസം കിട്ടുന്ന അല്ലെങ്കിൽ അതിലേക്ക് പോകാൻ സാധ്യത ഉള്ളത് ഒരു ലഹരിയായിട്ടുള്ള മേഖലയിലാണ്. അപ്പം അവിടെ അവൾ കൂടുതൽ അംഗീകാരം കിട്ടും. അതാണ് അതിന്റെ സൈക്കോളജി. അവൻ അവിടെ കൂടുതൽ അംഗീകാരം കിട്ടും. അവൻ കൊള്ളത്തില്ലെന്ന് പറയുന്നവരുടെ ഇടയിൽ നിന്ന് കൊള്ളാന്ന് പറയുന്നതും അവൻ മിടുക്കനാകുന്നതും ചിലപ്പോൾ ഈ ലഹരിയുടെ മേഖലയിലാണ്. ഇവിടെയാണ് അവരെ അധികം പരീക്ഷയിൽ വീഴാതെ കാക്കേണ്ട ഉത്തരവാദിത്വം വീടിനും കൂട്ടുകാർക്കും ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അടുത്തൊരു കാര്യം പറഞ്ഞാല്, നമുക്ക് സമയം വളരെ കുറവാണ്, തീർച്ചയാണ്. നമുക്ക് ഈ 5 ലക്ഷണങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് ഇതിൽ ആസക്തി ഉള്ള ഒരാളില് അല്ലെങ്കിൽ ശരിക്കും ഈ പറയുന്ന പരീക്ഷയിൽ വീണുപോയ ഒരു മനുഷ്യനെ നമുക്ക് കാണുന്നത് 5C എന്ന് ഓർത്താൽ മതി. 5C. ഒന്നാമത്തെ C എന്ന് പറഞ്ഞാൽ ക്രേവിങ്. അതായത് കിട്ടണം എന്നുള്ള അമിതമായ ആഗ്രഹം, വേണ്ടെന്ന് വെച്ചാൽ പറ്റാത്ത വിധമുള്ള ഒരു ആഗ്രഹം. അത് ഒരു ലക്ഷണമാണ്. ഒരാളെ ആസക്തിയിലേക്ക് വീണു പോയെന്നുള്ളതിന്റെ വലിയ ലക്ഷണമാണ് എനിക്ക് വീണ്ടും വീണ്ടും വേണമെന്നുള്ള ഒരു ക്രേവിങ് അല്ലെങ്കിൽ ഒരു കൊതി നമുക്ക് വേണേൽ പറയാം. ഭയങ്കരമായിട്ട് എത്ര കിട്ടിയാലും മതിയാകത്തില്ല. രണ്ടെന്ന് പറഞ്ഞാല് കൺട്രോൾ ഇല്ലായ്മ, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. വേണ്ടെന്ന് ഒരു ഗ്ലാസ് മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങും, പിന്നീട് ആ മനുഷ്യൻ അതിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ ഒരു ലോട്ടറി എടുത്താൽ മതി എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്, പിന്നെ അവസാനം മുഴുവനും എടുത്ത് തീർക്കുന്നതിനും വരെ പോവുകയാണ്. ഇതെല്ലാം ലഹരി സമാനമായ ലഹരിയിലുള്ള ഒരു വ്യക്തിയുടെ സമാന സ്വഭാവമാണ്. മൂന്നാമത്തെ ഒന്നാണ് കോപ്പിങ്. എന്ന് വെച്ചാൽ അറിയാമോ, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒക്കെ വരുമ്പം ഇത് മാറ്റാനായിട്ട് ഈ ലഹരി മേഖലയിലേക്ക് പോവാം. അപ്പൊ തിരിച്ചു പറഞ്ഞെന്താ, എന്റെ ഈ പ്രശ്നം കാരണം ഞാൻ കുടിച്ചെന്ന് പറയും. അതിന്റെ കാരണം എന്താ വെച്ചാല് ഈ പുള്ളി പഠിച്ചു വെച്ചേക്കുന്നത് ഒരു പ്രയാസം വരുമ്പോൾ ആശ്വാസം കിട്ടുന്ന ഏറ്റവും എളുപ്പവഴി ഇതാണ്. അദ്ദേഹത്തിന്റെ ഒരു കോപ്പിംഗ് സ്ട്രാറ്റജി എന്ന് പറയും, ഒരു പ്രശ്നത്തെ അതിജീവിക്കാനുള്ള ഒരു മാർഗമായിട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പൊ ഇത് ഒരു ലക്ഷണമാണ്. ഒരാൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്രയാസം വരുമ്പോൾ ഈ രീതിയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അഡിക്ഷന്റെ സൈനാണ്. 4, കമ്പൽഷൻ. ഈ ഒരു കമ്പൽഷൻ സൈന് കാണിക്കുന്ന വെച്ചാല് ഉപയോഗത്തിന്, ഈ ലഹരിയോടുള്ള ഉപയോഗം കാരണം മറ്റൊന്നിനോട്ടും പോകാൻ താല്പര്യമില്ല. ഇതാണ് ലോകം. ചിന്തിച്ചാൽ പോലും എപ്പോഴും ഓർമ്മയിൽ ഇത് തന്നെയാണ്. ഈ മദ്യത്തോട് ബന്ധപ്പെട്ട് ഉള്ളവരൊക്കെ പറയാറുണ്ട്, ഗ്ലാസ് കണ്ടാലും അവർ ആദ്യം ഓർമ്മ വരുന്നത് മദ്യപാനത്തെ പറ്റിയാണ്, അല്ലേ? എന്റെ ഒരു സുഹൃത്ത് ഒരു മദ്യപാനത്തിൽ നിന്ന് പുറത്തു വന്നൊരു പുള്ളി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം നല്ലൊരു മദ്യപാനിയായിരുന്ന സമയത്ത് കല്യാണം കഴിച്ചത്. അപ്പോൾ പള്ളി വെച്ച് കല്യാണ സമയത്ത് പറയാണ്, നീ കുടിച്ചില്ലേലും അവർക്ക് കുടിക്കാൻ കൊടുക്കണമെന്ന് പറയുമ്പോ പുള്ളി ആദ്യം പുള്ളിയോട് പറഞ്ഞ വാക്കിതാണ്, ഞാനപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നു വെച്ചാൽ പണിക്കുമറ്റം ഷാപ്പും അവിടുത്തെ ആൾക്കാരെ ഓർമ്മ വന്നു. കാരണം എന്റെ മനസ്സിൽ എപ്പോഴും അതായിരുന്നു എന്റെ ജീവിതം. കാരണം ഈ ഒരു കമ്പൽഷൻ കിടക്കുകയാണ്. അത് വേറൊരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, എപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അവസാനത്തെ ഒരു ലക്ഷണമായിട്ട് പറയാൻ പറ്റുന്നതാണ് ഈ പ്രശ്നമാണെന്ന് അറിഞ്ഞാലും നിയന്ത്രിക്കാൻ പറ്റുന്ന അവസ്ഥ. ചിലരെങ്കിലും നിങ്ങൾ ഓർത്തെ, നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമായിട്ട് നമ്മൾ അത് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാറുണ്ടോ? നമുക്ക് ഇഷ്ടപ്പെടാറില്ല. പക്ഷെ ആ അവസ്ഥയിലാണ് ഓരോ ലഹരിയിൽ പെട്ടുപോയ ആൾക്കാർ. അവർക്ക് ഇതിൽ നിന്ന് അതിജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവർക്കറിയാം ഇത് കുഴപ്പമാണെന്ന്, പക്ഷെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് തമ്പുരാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പരീക്ഷയിൽ അകപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളത്. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ എപ്പോഴും ഭാഗം, ചിലതിൽ വീണ്ടും പോകരുത്. അപ്പൊ ഇവിടെ നമുക്ക് പെട്ടെന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, എങ്ങനെ നമുക്ക് ഇതിന് രക്ഷപ്പെടാം, എങ്ങനെ വീഴാതിരിക്കാം. നമുക്കറിയാം ഒരു മനുഷ്യന്റെ മനസ്സിനും ശരീരത്തിനും സ്വഭാവത്തെ ഒക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇതെന്നറിയാം. അപ്പൊ എങ്ങനെ ഇതിന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഇതിൽ നിന്ന് അകന്നു നിൽക്കാം, ഒരു ലഹരിപരമായ ആളോട് നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം, നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഒന്നാമത് പറയട്ടെ, ഇതിനൊരു ചികിത്സ ആവശ്യമുള്ള ഒന്നാണ്, ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള ഒരു രോഗമാണ് ആസക്തി. ആദ്യത്തെ ഇതിന്റെ ശ്രമം എന്ന് പറയാൻ തുടങ്ങേണ്ടത് എങ്ങനെയാ, ഈ അൺഹെൽത്തി ബിഹേവിയർ നിർത്തുക എന്നുള്ളതാണ്. ലൈംഗികമാകാം, ചിലപ്പോൾ നിങ്ങളുടെ ലഹരി എന്ന് പറയുന്നത് ലോട്ടറിയോടാകാം, ചിലപ്പോൾ പണത്തോടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വഭാവത്തോടാകാം നിങ്ങളുടെ ആസക്തി എന്ന്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു സ്വഭാവത്തെ നിർത്തുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഒരു പക്ഷെ നമുക്ക് വലിയ വെപ്രാളവും പേടിയൊക്കെ ഉണ്ടാക്കും, എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെ തോന്നും. പക്ഷെ ആ സമയത്ത് നമുക്ക് ആരോഗ്യകരമായ ഏതെങ്കിലും ഒരു ശീലത്തിലേക്ക് തിരിച്ചു വിടുക, ആരോഗ്യകരമായ നല്ലൊരു കാര്യത്തിലേക്ക് ആ സമയം ചെലവിടുക, ആരോഗ്യകരമായ നല്ലൊരു ആൾക്കാരോട് ഇടപെടുക. ഇതാണ് നമുക്ക് ഒന്നാമത്തെ നമ്മൾ ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കുള്ള ഹൈ റിസ്ക് സിറ്റുവേഷൻസ് അറിഞ്ഞിരിക്കണം. ലഹരിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്
അദ്ദേഹത്തെ ഈ വീണ്ടും വീണു പോകാൻ സാധ്യതയുള്ള സമയങ്ങൾ ഏതൊക്കെയാണ്? സാധാരണഗതിയിൽ ഒരു 5 മണിക്കും 9 മണിക്കും ഇടയ്ക്കുള്ള സമയത്താണ് ലഹരിയിൽ വീണുപോയ ഒരാൾക്ക് വീണ്ടും വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സമയം എന്ന് പറയുന്നത് അദ്ദേഹത്തെ സമയത്തോളം റെഡ് അലേർട്ട് സോൺ സമയമാണ്. അലേർട്ട് ആയിട്ടിരിക്കേണ്ട സമയം. ഈ സമയം ഒരിക്കലും ഈ ലഹരിപരമായ ആൾക്കാരോടോ സാഹചര്യങ്ങളോടോ ഇടപെടരുത്. 2, ഈ ലഹരിയിലേക്ക് വീഴാൻ സാധ്യതയുള്ള ചില സ്ഥലങ്ങളുണ്ട്. അത് ചിലപ്പോൾ നമ്മള് ബാറിന്റെ സ്ഥലങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സ്ഥിരമായി മദ്യപിക്കുന്ന സ്ഥലങ്ങളാകാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഫോണിന്റെ ആസക്തി ഒരു കുട്ടിയാണെങ്കിൽ അവനെ ഏറ്റവും കൂടുതൽ വീഴ്ത്തുന്ന സ്ഥലം ഏതാണ്? അടച്ചിട്ട മുറിയാ. അവനെ അടച്ചിട്ട മുറി ഇരുത്തരുത്. ലഹരിയിൽ നിന്ന് അവനൊരു ഫോൺ അഡിക്ഷൻ ആണെങ്കിൽ അതിൽ നിന്ന് മാറാൻ എന്താ ചെയ്യേണ്ടത്? അവനെ ആ സ്ഥലത്ത് പ്രവേശിക്കുന്നത് വളരെ ശ്രദ്ധയോടെ നോക്കണം. 3 ലഹരിയിൽ രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ അപകടം പിടിച്ച ഒരു മേഖല എന്ന് പറഞ്ഞാൽ അതിലേക്ക് വീഴ്ത്തുന്ന ആൾക്കാരാണ്, വ്യക്തികൾ. ചിലപ്പോൾ അപകടമാണ്. ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കും ഇതിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആ വ്യക്തികളുമായിട്ടുള്ള സംസർഗം നമ്മൾ ഒഴിവാക്കുന്നത്. അത് നമുക്ക് ഹൈ റിസ്ക് ഏരിയ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. 4-മതും പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യമാണ് വൈകാരിക തലം. ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളോ ഏതെങ്കിലും തരത്തിൽ ചിന്തകളോ വരുമ്പോഴായിരിക്കും ചിലരൊക്കെ ലഹരിയിൽ വീണു പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു പ്രശ്നമോ ചിന്തയോ ബുദ്ധിമുട്ടോ ഉണ്ടായാൽ ചിലപ്പോൾ ആരെങ്കിലും കളിയാക്കുന്നതുകൊണ്ട് ആ നേരത്തായിരിക്കും ഉപയോഗിക്കുന്നത്. ഈ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന പലരും വീണു പോകുന്ന എപ്പോഴാണെന്നറിയോ? എന്തെങ്കിലും ഒരു പ്രശ്നം വീണ്ടും വരുമ്പോൾ അത് തീർക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് ഉപയോഗിക്കും. പക്ഷെ എന്താ സംഭവിക്കുന്നത്? അദ്ദേഹം വീണ്ടും ഇതിലേക്ക് വീഴുക, ഒരു ട്രാപ്പിലേക്ക് വീഴുക ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അവരറിഞ്ഞിരിക്കണം ഈ വൈകാരികമായ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഹൈ റിസ്ക് സിറ്റുവേഷൻ. അപ്പൊ 4 ഹൈ റിസ്ക് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു. 1 സമയം, 2 സ്ഥലം, 3 വ്യക്തികള്, 4 ചില വൈകാരിക തലങ്ങൾ. അപ്പോൾ ഈ കാര്യം ഞാൻ ഓർപ്പിച്ചത് ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കും ബാധിക്കുന്ന ഒരു പ്രശ്നമാകത്തില്ല. പക്ഷേ നിങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും കുറഞ്ഞത് 10 പേരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. കാരണം ശരാശരി മദ്യപാന രോഗമുള്ള ഒരു 10 പേരെയും ഒരു സാധാരണ മലയാളിക്ക് അറിയാം. ക്യാൻസർ രോഗമുള്ള ഒരു 5 പേരെയും ഒരു മലയാളിക്ക് അറിയാം. ഇത് നമ്മുടെ ഇന്നത്തെ ഒരു സാധാരണ സാഹചര്യമാണ്. ഇവിടെയാണ് ഈ രോഗത്തെ നമ്മൾ ചികിത്സയോടെ നമ്മൾ കരുതേണ്ട ഒന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പരിശീലനവും ശ്രദ്ധയും ആവശ്യമുള്ളതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് ഈ സെഷനിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ജീവിതത്തില് നമ്മളൊരു കമ്മിറ്റഡ് ജീവിതം അല്ലെങ്കിൽ ഒരു ബ്ലെസ്ഡ് ജീവിതം നയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അല്ലാതെ ഏതെങ്കിലും ഒന്നിന്റെ ഉപയോഗിച്ച ഒരു ചണ്ടിയായിട്ട് മാറുന്ന ഒരു കൺസ്യൂമർ ആയിട്ട് മാറാനാണ്. നമ്മൾ ആദ്യം തൊട്ടേ കേൾക്കുകയായിരുന്നു, ചില പാഷൻ നമ്മളെ ഒരു നല്ല കമ്മിറ്റഡ് ജീവിതമായിട്ട് മാറാൻ സഹായിക്കും. അധിനിവേശം, ചില നല്ല സ്നേഹങ്ങൾ, നല്ല ആഗ്രഹങ്ങൾ നമ്മളെ അങ്ങനെ ആക്കാൻ മാറ്റാൻ സഹായിക്കും നമ്മൾ കേട്ടു. എന്നാൽ അതേസമയം നമ്മൾ ഏതെങ്കിലും ഒന്നിൽ ഉപഭോക്താവായി മാറുന്ന അനുഭവമാണെങ്കിൽ ഓർക്കുക, നമ്മൾ അപകടത്തിലാണ്. എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ ചെയ്യുമ്പോഴാണ് നിന്റെ സന്തോഷമെങ്കിൽ അതിനർത്ഥം നമ്മളൊരു അപകടത്തിലാണ് നിൽക്കുന്നത്. അത് മാറിപ്പോയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇവിടെയാണ് ഒരു ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള അധിനിവേശത്തിലും സ്നേഹത്തിലും വളരുവാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. ലാസ്റ്റ് ഒരു വീഡിയോ ആണ് ഉദ്ദേശിച്ചത്, പക്ഷേ എൻ്റെ ഈ നെറ്റിന്റെ പ്രശ്നം കാരണം ഞാൻ റിസ്ക് എടുക്കുന്നില്ല. ഈ സെഷൻ അവസാനിക്കുമ്പോഴാണ് നമ്മൾ കേട്ടതും നമ്മൾ അറിഞ്ഞതും ഒരു കർത്താവ് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയിൽ നിന്നുള്ള ശക്തമായ ധ്യാനമാണ്. ലീഡ് us not into temptation, deliver us from evil. പരീക്ഷയിൽ അകപ്പെടാതെ വണ്ണം ഞങ്ങളെ കാക്കണമേ എന്നുള്ളത്, അല്ലെ? ദോഷത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളത്. അപ്പൊ ജീവിതത്തിലെ പല ടെംപ്ടേഷനെ പറ്റി അവെയർ ആകുക എന്നാണ് ഒന്നാമത്തെ കാര്യം. അതിന് ദൈവത്തിന്റെ ബലം ചോദിക്കുക എന്നുള്ളത് നമ്മൾ കേട്ടു. പലതരത്തിലും നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ടെംപ്ടേഷൻ, ഓരോ ബലഹീനത ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ആരും മോശക്കാരല്ല. ചിലരൊക്കെ അവരുടെ ടെംപ്ടേഷനിൽ വീണു പോകുന്നവരുടെ കുഴപ്പം. അങ്ങനെയുള്ളവരെ ഏറ്റവും ഉത്തരവാദിത്വത്തോടുകൂടി കാണേണ്ടവരാണ് ക്രൈസ്തവ സമൂഹം, അല്ലെ? വീണുപോയതിനെ എഴുന്നേൽപ്പിക്കേണ്ട, ശുശ്രൂഷിക്കേണ്ട ജോലിയുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് ഒരു നല്ല ക്രൈസ്തവ സാക്ഷ്യത്തിൽ നിൽക്കാൻ ഈ വചനധ്യാനം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.